മാറ്റങ്ങൾ ഉണ്ടാക്കിത്തരാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശാസ്ത്രം പറയുന്നുണ്ട്. ശാസ്ത്രങ്ങളിൽ ഒരുപാട് ഗ്യാപ്പുണ്ട്, അതിവിടെ പറഞ്ഞു കഴിഞ്ഞു. വൈസൻബർഗിന്റെ സിദ്ധാന്തവും ഫിസിക്സിലുള്ള ഒരുപാട് സിദ്ധാന്തങ്ങളും ഒക്കെ തന്നെ ഒന്നും പൂർണ്ണമല്ല. ഇത് അങ്ങോട്ട് പൊതിഞ്ഞു കൊടുക്കാനായിട്ട് ശാസ്ത്രത്തിൽ ആരുമില്ല. പണിയെടുക്കണം, പണിയെടുത്താൽ മാത്രമേ നടക്കുള്ളൂ. ആ പണി സ്വതന്ത്രമായി നേരത്തെ പറഞ്ഞ പോലെ ഇന്നത് ചെയ്യൂ എന്ന് പറയുന്ന ഫണ്ട് കൊടുത്താലൊന്നും നടക്കുന്നതല്ല. മന്ത്രവാദം നടക്കുന്നിടത്ത് മാഗ്നറ്റിക് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാഗ്നറ്റോ ബയോളജിയിലെ ശാസ്ത്രജ്ഞനോട് നിങ്ങൾ പെട്ടിയും കിടക്കൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചുക്കുമുണ്ടായില്ലെന്നാണ് തിരിച്ച് മറുപടി കൊടുത്തത്. അതുപോലുള്ള സ്ഥലത്ത് ശാസ്ത്രം വികസിക്കില്ല എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. സ്വതന്ത്ര ചിന്തയും യുക്തിയും ഉണ്ടെങ്കിൽ അതാണ് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം. അത് മതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക, വിശ്വസിക്കൊന്നും വേണ്ട, പരിശോധിക്കുക. ശാസ്ത്രം പരിശോധിക്കപ്പെടേണ്ട ഒരു സാധനം, വിശ്വസിക്കേണ്ടതല്ല. 100 ഡിഗ്രിയിൽ വെള്ളം തിളയ്ക്കുമെന്നുള്ളത് നിങ്ങൾ ആരും വിശ്വസിക്കേണ്ട എന്നാ ഞാൻ പറയാം. ഒരു ശാസ്ത്ര അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാണ്, നിങ്ങൾ ആരും വിശ്വസിക്കേണ്ട. അതാണ് അതിന്റെ ശരി. ബിഗ് ബാങ്ങിന് മുമ്പ് എന്തായിരുന്നു, ബിഗ് ബാങ്ങിന് ശേഷം എന്താണെന്നുള്ളത് ചിന്തിച്ച് എത്രയോ ആൾക്കാർ PhD എടുത്തു, ജീവിതം കഴിച്ചുകൂട്ടി ഇവിടെ പോയിട്ടുണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, അവർ നന്മകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നന്മയുടെ വശത്ത് നിന്നുകൊണ്ട് ഇതിനെ നോക്കിക്കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പ് എന്തും ആയിക്കോട്ടെ, ശാസ്ത്രം അത് കണ്ടെത്തുമ്പോൾ അത് വിശകലനം ചെയ്ത് ശാസ്ത്രത്തിന്റെ രീതി അനുസരിച്ച് ഇങ്ങോട്ട് പറയും. ഇതെല്ലാം ഏതെങ്കിലും മതഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് ഒരു ദിവസം മുമ്പ് പറയാൻ ശ്രമിക്കുക. ഞാൻ പഠിപ്പിച്ചിരുന്ന കോളേജിൽ ഒരു വ്യക്തി വന്ന് പറഞ്ഞു, ആ സുനാമി കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഇതൊക്കെ ഞങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, 23-ാം തീയതി ഇത് പറഞ്ഞിരുന്നെങ്കിൽ ആ ജനം അവിടെ നിന്ന് മാറി നിൽക്കുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കലല്ല ഈ 2015. ശാസ്ത്രം നമ്മുടെ മുമ്പിൽ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്, പ്രവർത്തിച്ചുകൊണ്ട് ജ്വലിച്ചു നിൽക്കുകയാണ്. ഈ വെളിച്ചത്തെ ഇരുട്ടാക്കാൻ ആരെങ്കിലും പറഞ്ഞു തന്നാൽ അത് ഈ തല ഉപയോഗിച്ച് അത് ശരിയാണോ എന്ന് ചോദിക്കാനുള്ള ഊർജം, അത് സമൂഹ നിർമ്മിതിയുടെ ഭാഗമായിട്ട് നമുക്ക് അത് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രം നമ്മളെ ചിന്തിപ്പിക്കുന്ന പോലെ തന്നെ സംശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ സംശയം കൊണ്ട് നടക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രം മതി. അതല്ലാതെ ഒരുപാട് പണികൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ, ഞാനത് എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ക്ഷണിക്കാൻ വന്നപ്പോൾ പറഞ്ഞത് 400 കൊല്ലം മുമ്പുള്ള ഈ ചർച്ച ഈ മണക്കടവിൽ വീണ്ടും ആവർത്തിക്കണമോ എന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് അതേ പറയാനുള്ളൂ. 400 കൊല്ലം മുമ്പാണ് ഈ ചർച്ച ണ്ടിരുന്നത്. അങ്ങനെ നടന്നിരുന്നുവെങ്കിൽ ബ്രൂണോയൊക്കെ കുറെക്കാലം കൂടെ മാന്യമായി ഇവിടെ ജീവിച്ചിരുന്നേ. ഇത്രയും പറഞ്ഞുകൊണ്ട് അതുപോലെ ഇവിടെ ഇസ്ലാം ഞാനൊരു മതത്തെയും സൂചിപ്പിക്കാൻ എടുത്തില്ല, പക്ഷെ ഇവിടെ പറഞ്ഞു പോയി. അത് മതത്തെക്കുറിച്ച് പറഞ്ഞു. അതിൽ ചോദ്യം ചെയ്യലുകൾ എത്രത്തോളം നിങ്ങൾ അനുവദിക്കുന്നുണ്ട്, അതിൽ യുക്തിചിന്തയെ എത്ര അനുവദിക്കുന്നുണ്ട് പരിശോധിച്ച് നോക്കുക. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാമോ, 2ാം ക്ലാസ് വരെ കൊടുത്താൽ മതി എന്ന് പറയുന്ന ചിന്തകർ നമ്മുടെ കേരളത്തിലുണ്ട്. ചോദിക്കുക, ഇതാണോ ആ മതം പറയുന്നതെങ്കിൽ അത് പരിശോധിച്ച് നോക്കുക. അതല്ല അതിൽ എല്ലാം അങ്ങനെ തുറന്ന ആകാശമാണെങ്കിൽ അത് സമ്മതിക്കുക. തുറന്ന് സമ്മതിക്കാനും അതാണ് തുറന്ന സംവാദം. അതല്ലാതെ ചില കാര്യങ്ങളെ അങ്ങനെ മാറ്റിവെച്ചുകൊണ്ട് ചിലതിൽ ഇങ്ങനെ ഊതി വീർപ്പിച്ചുകൊണ്ട് ശാസ്ത്രത്തിന് ഇതിനെല്ലാം മറുപടി പറയാൻ കഴിയില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഭാവനയുടെ ലോകത്തെ ചർച്ചകളിൽ പങ്കെടുക്കലല്ല ശാസ്ത്രത്തിന്റെ ഒരു സാധനം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രീതി അനുസരിച്ച് പ്രവർത്തിച്ചു പോകുന്ന ഒരു കാര്യമാണ്. അതിനൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യങ്ങളെ വച്ചിട്ടാണ് അത് ചെയ്യുക. ജിന്നിന്റെ ഊഷ്മാവ് കണ്ടെത്താനായിട്ട് ശാസ്ത്രം ശ്രമിച്ചാൽ അത് പണ്ട് ഇരുമ്പിനെ സ്വർണ്ണമാക്കാൻ വേണ്ടി അൽക്കെമിസ്റ്റുകൾ ചെയ്തതുപോലെ അതിലൊരു സിദ്ധാന്തമില്ല. നിങ്ങൾ എത്ര വേണമെങ്കിലും പ്രയോഗിച്ചോളൂ, അത് എവിടെയും എത്തില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം. അടുത്തതായി മുസ്തഫ തൻവീർ. സമയം 7:40. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി. മാന്യനായ തമ്പി സാറുടെ പ്രതികരണം കേട്ടു. അദ്ദേഹം ആദ്യം വിഷയം അവതരിപ്പിച്ച സമയത്തും പ്രതികരണം രേഖപ്പെടുത്തിയ സമയത്തും ഉന്നയിച്ച എനിക്ക് വിയോജിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയ പ്രധാനപ്പെട്ട പോവുകയാണ്. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് ഈ പ്രോഗ്രാമിന്റെ തലക്കെട്ട് ശാസ്ത്രേണ്ടിയിരുന്നു. ഇതിനു പകരം ശാസ്ത്ര പുരോഗതിയിൽ മരിക്കുന്നത് മതമോ ഭൗതികവാദമോ ആക്കിയത് ശരിയായില്ല, മാത്രമാണ് ശരി എന്ന വീക്ഷണം. കാരണം ഭൗതികവാദികൾ കാലാകാലങ്ങളായി നടത്തിപ്പോരുന്ന കുറെ തട്ടിപ്പുകൾ, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അവരുടേതാണ് എന്നും ശാസ്ത്രവും ഭൗതികവാദവും ഒന്നാണ് എന്നും ശാസ്ത്രത്തിന്റെ ശത്രുപക്ഷത്താണ് മതം എന്നും ശാസ്ത്രമാണോ മതമാണോ ശരി എന്ന സംവാദമാണ് നടക്കേണ്ടത് എന്നുമെല്ലാം സ്ഥാപനം അവർ ശ്രമിക്കാറുണ്ട്. സത്യം അതല്ല. ശാസ്ത്രം ഒരു കാര്യമാണ്, മതം വേറൊരു കാര്യമാണ്, ഭൗതികവാദം മൂന്നാമത്തെ ഒരു കാര്യമാണ്. ഭൗതികവാദവും മതവും തമ്മിലാണ് സംവാദം നടക്കേണ്ടത്. ശാസ്ത്രവും മതവും തമ്മിൽ സംവാദം നടക്കുന്നതിന് പ്രസക്തിയൊന്നുമില്ല. കാരണം ശാസ്ത്രം ഞാൻ പറഞ്ഞതുപോലെ പദാർത്ഥ ലോകത്തെ കുറിച്ചുള്ള പഠനമാണ്. പദാർത്ഥം ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്ന് മതം പറയുന്നു.
അവിടെ ദൈവം എങ്ങനെയാണ് പദാർത്ഥത്തെ സൃഷ്ടിച്ചത് എന്നും ആ പദാർത്ഥ ലോകത്തിന് എന്തൊക്കെ നിയമങ്ങളാണ് ബാധകമാക്കിയത് എന്നും അന്വേഷിക്കുവാനുള്ള ശ്രമമാണ് ശാസ്ത്രം. അതിൽ മതവിശ്വാസികൾക്ക് യാതൊരു എതിർപ്പുമില്ല. എന്നാൽ ദൈവമില്ല എന്നും മരണാനന്തര ജീവിതം മിഥ്യയാണ് എന്നും ധർമാധർമ്മ ചിന്തകൾക്ക് യാതൊരു അടിത്തറയുമില്ല എന്നും ഒരാൾ പറയുമ്പോൾ അത് ഭൗതികവാദമാകുന്നു. അത് പ്രത്യയശാസ്ത്രമാണ്, അത് ശാസ്ത്രമല്ല. പ്രത്യയശാസ്ത്രത്തെ ശാസ്ത്രമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ ശാസ്ത്രത്തെയും ഭൗതികവാദത്തെയും സമീകരിക്കുവാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പ്രോഗ്രാമിന്റെ സംഘാടകർ ഇത്തരമൊരു തലക്കെട്ടിട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തേതായി അദ്ദേഹം പറഞ്ഞത് പരിണാമ സിദ്ധാന്തത്തെ തുടർന്ന് വന്ന ജനിതക പഠനങ്ങൾ സാധൂകരിച്ചു എന്നാണ്. എനിക്ക് സത്യത്തിൽ അദ്ദേഹം അത് കുറെ കൂടി ആധികാരികമായി സംസാരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതുണ്ടായില്ല. അദ്ദേഹം അത് പറഞ്ഞു പോവുക മാത്രം ചെയ്തു. എന്താണ് പരിണാമവാദം? 1859 ചാൾസ് ഡാർവിൻ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകം എഴുതുന്നു. അതിനു മുമ്പ് തന്നെ വാലസ് അദ്ദേഹം അവതരിപ്പിച്ച അതേ ആശയങ്ങൾ പല രീതികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. എന്ത് തന്നെയായിരുന്നാലും ശരി, ഈ പരിണാമ സിദ്ധാന്തം തെളിയിക്കപ്പെട്ടു എന്നും ആ തെളിയിക്കപ്പെട്ടതിന് തുടർന്നുള്ള ശാസ്ത്രീയ കണ്ടെത്തലുകൾ സാധൂകരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുമാണ് വാദം. ഞാൻ ഒന്നും പറയുന്നില്ല. പരിണാമ സിദ്ധാന്തത്തിന്റെ തുടക്കം മാത്രം എടുക്കുക. എന്താണ് തുടക്കം? പരിണാമ സിദ്ധാന്തത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ നിർജീവ വസ്തുക്കളിൽ നിന്ന് യാദൃച്ഛികമായി ജീവനുണ്ടായി. അന്ന് ഭൂമിയിൽ നിലനിന്ന സാഹചര്യങ്ങളിൽ ചില രാസസംയുക്തങ്ങളുടെ അന്ധമായ സംയോജനം വഴി ആദ്യത്തെ ജീവകോശമുണ്ടായി എന്ന പ്രസ്താവനയിൽ നിന്നാണ് പരിണാമ സിദ്ധാന്തം ആരംഭിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഡാർവിന്റെ പുസ്തകം ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ട് ഈ പറഞ്ഞ പ്രസ്താവനക്ക് എന്തെങ്കിലും ഒരു തെളിവ് ഹാജരാക്കാൻ ഏതെങ്കിലും ഡാർവിന്റെ അനുയായിക്ക് കഴിയുമോ? വേണ്ട. അദ്ദേഹത്തിന് ശേഷം എത്ര പരിണാമവാദികൾ ലോകത്ത് ജീവിച്ചുപോയി. അതിനുശേഷമല്ലേ സ്പീഷീസ്. ഒന്നാമത്തെ കോശത്തിൽ നിന്ന് അടുത്ത ജീവികൾ ഉണ്ടായി, പിന്നീട് ഒട്ടനവധി ജീവി വർഗങ്ങൾ ഉണ്ടായി. അത് അതിനുശേഷമുള്ള കഥയാണ്. ഞാൻ ആ കഥയുടെ തുടക്കത്തെ കുറിച്ചാണ് പറയുന്നത്. ആ തുടക്കം പോലും തെളിയിക്കുവാൻ ഇന്നേ വരെ പരിണാമവാദികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. നിർജീവ വസ്തുക്കളിൽ അന്നത്തെ ഭൂമിയിൽ ജീവൻ അന്ധമായ രാസസംയോജനം വഴി ഉണ്ടായി എന്ന് തെളിയിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. തമ്പിസാറ് ശാസ്ത്രത്തിന്റെ മാനദണ്ഡങ്ങളെ കുറിച്ച് പറഞ്ഞു. അത് പരീക്ഷണാത്മകമാണ്. അത് പിന്നെ എല്ലാവർക്കും റിപ്പീറ്റ് ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്യാവുന്നതാണ്. അത് ആർക്കും നിശിതമായി പരിശോധിക്കാവുന്നതാണ്. എല്ലാമാണ്. ഭൂമിയിൽ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവത്തെ എങ്ങനെയാണ് ഇത്തരം ഒരു ചട്ടക്കൂടിനുള്ളിൽ വെച്ചുകൊണ്ട് ഒരു സിദ്ധാന്തമായി ശാസ്ത്രം അവതരിപ്പിച്ചത് എന്നറിയാൻ കൗതുകമുണ്ട്. എന്തായിരുന്നാലും ഇവിടെ ജനിതക പഠനത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് ജനിതക ശാസ്ത്രം? ഡാർവിൻ ജീവിക്കുന്ന സമയത്ത് ജനിതക ശാസ്ത്രത്തെ കുറിച്ച് യാതൊരു ധാരണയും ഡാർവിനില്ല. ശാസ്ത്ര ലോകത്തിനു തന്നെ ഇല്ല. അന്നത്തെ അറിവ് വെച്ച് ജനിതക ശാസ്ത്രം പോയിട്ട് ജീവകോശത്തെ കുറിച്ച് പോലും നമുക്കുള്ള ധാരണകൾ വളരെ പരിമിതമാണ്. ഡാർവിൻ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് ആദ്യത്തെ ജീവകോശം ഉണ്ടായത് എന്ന് വിശദീകരിക്കുവാൻ ഡാർവിൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടൊന്നുമില്ല. കാരണം ഡാർവിന്റെ തലച്ചോറിൽ ജീവകോശം എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു വസ്തുവായിരുന്നു. ഇന്ന് നമുക്കറിയാം എന്താണ് ഒരു ജീവകോശമെന്ന്. ഒരു ജീവകോശം ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിക്ക് സമാനമാണ്. ഒരു സിംഗിൾ ലൈഫ് സെൽ. ആ സെല്ലിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ വിശദീകരിക്കണമെങ്കിൽ നമ്മളൊരു വ്യാവസായിക നഗരത്തോട് താരതമ്യം ചെയ്യേണ്ടി വരും. അതിന് ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്. അതതിന്റെ പാറാവ് മതിലാണ്. അതിന് പാറാവുകാരുണ്ട്. അതേപോലെ അതിനകത്ത് വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളുണ്ട്. മൈറ്റോകോൺട്രിയയുണ്ട്. മൈറ്റോകോൺട്രിയയിൽ നിരന്തരമായി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനകത്ത് DNA ഉണ്ട്. ആ DNAയിൽ വിവരങ്ങൾ ശേഖരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ജീവകോശത്തിന്റെ പ്രത്യേകതകൾ നിർണ്ണയിക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്കറിയുമോ? എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക. ആ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പിന്നെ 10-40 മടങ്ങ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക വോള്യങ്ങളിൽ ഉൾക്കൊള്ളുന്ന വിവരങ്ങൾ. ആ വിവരങ്ങളാണ് കേവലം ഒരു കോശത്തിനകത്തെ കോശ കേന്ദ്രത്തിനുള്ളിലെ ആ ന്യൂക്ലിയസിനുള്ളിലെ DNA-ക്കകത്ത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എന്ന് ജീവശാസ്ത്രജ്ഞന്മാർ നമുക്ക് പറഞ്ഞു തരും. അതാണ് ജനിതകം നൽകിയ ഏറ്റവും വലിയ അറിവ്. ഒരു കോശത്തിന്റെ വലുപ്പം എത്രയാണ്? സാധാരണ പറയാറുണ്ട് ഒരു 40 ദശലക്ഷം ജീവകോശങ്ങൾ ഒരുമിച്ച് കൂട്ടിയാൽ ചിലപ്പോൾ ഒരു മുട്ടുസൂചിയുടെ തുമ്പിന്റെ വലുപ്പം ഉണ്ടാകും. ആ ഒരു ശരാശരി കണക്കാണ് ഞാൻ പറയുന്നത്. വലിയ കോശങ്ങൾ തീർച്ചയായും ഉണ്ട്. ഇപ്പോ പക്ഷികളുടെ മുട്ട വേണമെങ്കിൽ അത് പിന്നെ കോശമാണ്, അണ്ഡമാണ് എന്ന് നമുക്ക് പറയാം. അതിനെക്കുറിച്ചല്ല. വളരെ ചെറിയ കോശങ്ങൾ. ആ കോശങ്ങൾക്കകത്തുള്ള സംവിധാനങ്ങൾ ഒരു ശരീരത്തിന്റെ അടിസ്ഥാന യൂണിറ്റായ കേവലം ഒരു കോശത്തിനകത്ത് സർവ്വവിജ്ഞാന കോശത്തിൽ ഉൾക്കൊള്ളുന്ന വിവരങ്ങളെക്കാൾ വിവരങ്ങൾ, ആ വിവരങ്ങൾ DNA-ക്കകത്ത് രേഖീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ രേഖീകരിക്കപ്പെട്ട വിവരങ്ങളാണ് പാരമ്പര്യ
പാരമ്പര്യ സ്വഭാവങ്ങളായ അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടുന്നത് എന്ന അറിവാണ് യഥാർത്ഥത്തിൽ ജനിതകത്തിന്റെ അറിവ്. ആ ജനിതക ഘടന എങ്ങനെയാണ് എന്ന് കണ്ടെത്തുവാനുള്ള അന്വേഷണങ്ങളാണ് പിന്നീട് നടന്നത്. ഇത് പരിണാമത്തിന്റെ അന്ധതയെ സാധൂകരിക്കുന്നു എന്ന് പറഞ്ഞത് വലിയൊരു തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കോശത്തിന്റെ സങ്കീർണതയാണ് ജനിതക ഗവേഷണങ്ങൾ വെളിപ്പെടുത്തിയത്. അത്രയും സങ്കീർണമായ, കേവലം ഒരു സർഫസ് ഏരിയ നമ്മൾ എടുത്താൽ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് പോലും കാണാൻ കഴിയാത്ത അത്ര ചെറിയൊരു സ്പേസിനുള്ളിൽ, അതിനുള്ളൊരു ന്യൂക്ലിയസിനുള്ളിൽ ദശലക്ഷക്കണക്കിന് പുസ്തകങ്ങളിലെ വിവരങ്ങൾ അക്ഷരങ്ങളായി രേഖപ്പെടുത്തപ്പെട്ടതിന് പിന്നിൽ ഒരു സംവിധായകനില്ല എന്നും അത് കേവലം ഒരു അന്ധതയുടെ ഫലമായി രാസസംയോജനങ്ങളിലൂടെ ഉണ്ടായതാണ് എന്നും പറയാൻ ഭൗതികവാദികൾക്ക് മാത്രമേ കഴിയൂ. എനിക്കതായാലും കഴിയില്ല, ശാസ്ത്രജ്ഞന്മാർക്കും ആത്മാർത്ഥമായി കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. അതേപോലെ അദ്ദേഹം പറഞ്ഞ കാര്യം, ശാസ്ത്രത്തിന്റെയും മതത്തിന്റെയും മനുഷ്യന്റെയും എല്ലാം ശത്രു മുതലാളിത്തമാണ്. എന്താണ് ഈ മുതലാളിത്തം? എന്താണ് ഈ മുതലാളിത്തം? മുതലാളിത്തം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ഭൗതികവാദമാണ്. മുതലാളിത്തവുമായി മതത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? മുതലാളിത്തം പറയുന്നത് ലാഭം മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെന്നാണ്. ആ ലാഭം എങ്ങനെയും ഉണ്ടാക്കാം. ആ ലാഭം ഉണ്ടാക്കുന്നിടത്ത് മൂല്യങ്ങൾ നോക്കുന്ന പരിപാടി മുതലാളിത്തത്തിനില്ല. ധർമാധർമ്മ വ്യവച്ഛേദനം മുതലാളിത്തത്തിന്റെ അജണ്ടയല്ല. കാശ് ലഭിക്കുമോ എന്തും ചെയ്യാമെന്നാണ് സിദ്ധാന്തം. കാരണം നമ്മളൊക്കെ മരിച്ചു പോകാനുള്ളവരാണ്. തിന്നുക, കുതിക്കുക, രസിക്കുക, രമിക്കുക എന്നതിനപ്പുറത്ത് ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട നൈതികതകളൊന്നുമില്ല. 4 കാശുണ്ടാക്കാൻ നോക്കിയാൽ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് തന്നെയാണ് മുതലാളിത്തത്തിന്റെ തത്വശാസ്ത്രം. അത് ഭൗതികവാദം സംഭാവന ചെയ്തതാണോ, ഞാൻ പറഞ്ഞ മതത്തിന്റെ മാനവികത സംഭാവന ചെയ്തതാണോ എന്ന് ഇവിടെ വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട്. അതേപോലെ പിന്നെ ഇവിടെ പറയപ്പെട്ടു, മനുഷ്യൻ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ തലയോട്ടി കിട്ടിയിട്ടുണ്ട് പോലും. എവിടെ നിന്നാണ് കിട്ടിയത്? ആർക്കാണത് കിട്ടിയത്? ആദ്യത്തെ മനുഷ്യന്റെ തലയോട്ടിയാണ് എന്ന് എങ്ങനെയാണ് സ്ഥിരീകരിച്ചത്? എന്തൊക്കെയായിരുന്നു അതിന്റെ മാർഗങ്ങൾ? അതിവിടെ വ്യക്തമാക്കപ്പെടണം. അത് വ്യക്തമാക്കപ്പെടാതെ കേവലമായൊരു പരാമർശം നടത്തി കടന്നു പോകുന്നത് കൊണ്ട് നമുക്കാർക്കും ഒന്നും പറയാൻ കഴിയില്ല. ഇവിടെ തലച്ചോറ് ദൈവം തന്നു എന്ന് പറഞ്ഞാൽ മഹാ അപരാധമാണ്. എന്താണ് തലച്ചോറ്? മസ്തിഷ്കം. നമ്മുടെ മസ്തിഷ്കത്തിന്റെ സങ്കീർണതയെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? അതിന്റെ ഘടന എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. അതിലെ ന്യൂറോണുകൾ, ആ ന്യൂറോണുകൾ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അത്യത്ഭുതകരമാണ്. ഇവിടെ നമ്മൾ ഒരു കമ്പ്യൂട്ടർ, ഞാൻ നിങ്ങളോട് പറയാണ്, വളരെ യാദൃച്ഛികമായ ഒരു കമ്പ്യൂട്ടർ രൂപപ്പെട്ടു. ആ കമ്പ്യൂട്ടർ രൂപപ്പെട്ടു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല. എന്നാൽ നമ്മൾ കാണുന്ന മനുഷ്യനിർമ്മിത കമ്പ്യൂട്ടറുകളെക്കാൾ ശക്തമായ കമ്പ്യൂട്ടറുകളാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മസ്തിഷ്കങ്ങൾ. അത് ഈ നമ്മുടെ മസ്തിഷ്കത്തെ അനുകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്യപ്പെട്ടത് പോലും. അവിടെ ആ ഒരു കമ്പ്യൂട്ടർ പോലും യാദൃച്ഛികമായി രൂപം കൊണ്ടു എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നടുക്കം, അത് ലോകത്ത് ജീവിക്കുന്ന 600 കോടി മനുഷ്യരുടെ തലച്ചോറുണ്ടാകുമ്പോൾ അത് ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ എവിടെയാണ് നമ്മുടെ സ്വതന്ത്ര ചിന്തയും യുക്തിചിന്തയും? നമ്മൾ പിന്നെ ആരുടെ മുന്നിലാണ് നമ്മൾ പണയം വെക്കുന്നത് എന്ന് ശാന്തമായിരുന്ന് ആലോചിക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. ഞാൻ വിശദമായി അങ്ങോട്ട് പോവുകയല്ല. അതേപോലെ ഇവിടെ ചോദിക്കപ്പെട്ടു, മതവിശ്വാസമില്ലാത്തവർക്ക് ധർമ്മമില്ല എന്നാണോ? ലോകത്തൊരു ഭൗതികവാദിയും ധർമ്മം സ്വീകരിച്ചിട്ടില്ല എന്നാണോ? ബുദ്ധൻ മതനിഷേധിയാണോ ദൈവനിഷേധിയാണോ എന്നത് ചരിത്രപരമായ ചർച്ചയാണ്. ആ ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം അത് വളരെ കൃത്യമാണ്. എന്തുകൊണ്ടോ ഇവിടെ പ്രതികരണ സമയത്ത് എനിക്ക് തോന്നുന്നത് ആ പ്രശ്നത്തിന്റെ മർമ്മത്തിലേക്ക് അദ്ദേഹം കടന്നുപോയില്ല എന്നാണ്. ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. മനുഷ്യന്റെ മസ്തിഷ്കം പദാർത്ഥത്തെ കുറിച്ച് പഠിക്കുവാൻ മാത്രം ശേഷിയുള്ളതാണ്. ധർമാധർമ്മങ്ങളുടെ അസ്തിത്വം പദാർത്ഥാതീതമാണ്. അതുകൊണ്ട് തന്നെ ധർമാധർമ്മങ്ങളെ വ്യവച്ഛേദിക്കുവാനും നിർണയിക്കുവാനും മനുഷ്യന്റെ മസ്തിഷ്കം കൊണ്ട് ഒരിക്കലും കഴിയില്ല. അങ്ങനെ നിർണയിക്കുവാൻ ശ്രമിച്ചാൽ തെറ്റുകൾ പറ്റും. ആ തെറ്റുകൾ ഭീകരമായിരിക്കും. അത് തെറ്റാണ് എന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടായിരിക്കും. ഇവിടെ ചെറിയ വീഴ്ചകളുടെ പേരിൽ നമ്മളിങ്ങനെ ലോകത്തിന് വലിയ നന്മകൾ നൽകിയ സിദ്ധാന്തങ്ങളെ വിചാരണ ചെയ്യാൻ പാടുണ്ടോന്നാണ്. 3 കോടി ആളുകളുടെ ചോരയാണ് ചെറിയ വീഴ്ച. 35 ലക്ഷം ആളുകളുടെ തലയോട്ടിയാണ് ചെറിയ വീഴ്ച. ഏത് മാനവികതയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. സ്വന്തം തലച്ചോറ് കൊണ്ട് ധർമാധർമ്മങ്ങളെ വ്യവച്ഛേദിച്ചതിന്റെ രക്തസാക്ഷികളായി 3 കോടി യുക്രൈൻ കർഷകർ പട്ടിണിക്കിട്ട് കൊല്ലപ്പെട്ടിട്ട് അത് ചെറിയൊരു തിന്മ മാത്രമാണ് എന്നും അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നും അത് നമ്മൾ അവഗണിക്കണമെന്നും നമ്മൾ അതിന്റെ നന്മകളെ മാത്രം കാണാനാണ് ശ്രമിക്കേണ്ടത് എന്നും പറയുന്നവർ ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യരുടെ മനസ്സുകളിൽ ധർമ്മബോധം ജ്വലിപ്പിച്ചു നിർത്തുന്ന മതത്തിന്റെ പേരിൽ ഏതൊക്കെയോ പുരോഹിതന്മാർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെ കുറിച്ച് പർവ്വതീകരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് മതത്തിന്റെ ദുരുപയോഗമാണ്, മറ്റേത് കൃത്യമായി പ്രത്യയശാസ്ത്രപരമായ അടിത്തറകളിൽ നിന്ന് ഉയർക്കൊണ്ട ക്രൂരതകളാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ചരിത്രപരമായി നമ്മൾ നിർണ്ണയിക്കണം എന്നാണ്, സാമൂഹ്യമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കണം എന്നാണ്. എന്ത് നന്മയും തിന്മയുമോ ആർക്ക് നിർണ്ണയിക്കാൻ പറ്റും? ഏത് കാലത്താണ് സമൂഹത്തിൽ ഇതിന് പിന്നെ അവിതർക്കിതമായ മാനദണ്ഡങ്ങൾ ഉണ്ടായത്? ഇപ്പോ എന്താണ് ഇവിടെ തെറ്റ്?
ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സെക്സ് വർക്കിനെ സിദ്ധാന്തവൽക്കരിക്കുന്നതിനെതിരെ വലിയ ബോധവൽക്കരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുതലാളിത്തത്തിന് ചില ലൈംഗിക അജണ്ടകളുണ്ട് എന്നും ആ ലൈംഗിക അജണ്ടകളുടെ ഭാഗമാണ് ലൈംഗിക തൊഴിലിന്റെ സിദ്ധാന്തവൽക്കരണമെന്നും ഒരിക്കലും കേരളത്തെ ഒരു ലൈംഗിക വിപണിയാക്കി മാറ്റിക്കൂടാ എന്നുമെല്ലാം ഒരു ഇടതുപക്ഷ ഭൂമികയിൽ നിന്നുകൊണ്ട് സിദ്ധാന്തവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് പരിഷത്തിന്റെ പ്രവർത്തകർ. ഞാൻ ചോദിക്കട്ടെ, സെക്സ് വർക്ക് അത് നന്മയാണ് എന്ന് പറയുന്നവർ കേരളത്തിലില്ലേ? സിദ്ധാന്തിക്കുന്നവരില്ലേ? ഇവിടെ നളിനി ജമീല എന്ന് പറയുന്ന സ്ത്രീ അവർ പുസ്തകം എഴുതിയത് തന്നെ ലൈംഗിക തൊഴിൽ നന്മയാണ് എന്നും അതാണ് ലോകത്തിലെ ഏറ്റവും ഉത്തമമായ തൊഴിൽ എന്നും സിദ്ധാന്തിക്കുവാനാണ്. അത് അവരുടെ ബുദ്ധിയാണ്, അവരുടെ സാമൂഹ്യമായ അനുഭവങ്ങളാണ്, അവരുടെ സ്വത്വബോധമാണ്. അത് വെച്ച് അത് ശരിയാണ് എന്ന് പറയാൻ പരിഷത്തിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ മുതലാളിത്തം എല്ലാം നന്മയാണ് എന്ന് പറയുന്നു. എല്ലാ തരം മാനവ വിരുദ്ധമായ വികസന നയങ്ങളെയും സിദ്ധാന്തവൽക്കരിക്കുവാൻ മുതലാളിത്തം ശ്രമിക്കുന്നു. നമ്മളത് തിന്മയാണെന്ന് പറയുന്നു, അതിനെതിരെ പോരാടുന്നു, സമരങ്ങൾ സംഘടിപ്പിക്കുന്നു. എന്തുകൊണ്ട് തിന്മ? അവിടെ തിന്മയുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അത് ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾക്ക് വിട്ടുകൊടുത്താൽ ഇന്ന് ലോകത്ത് തിന്മ എന്ന് പറയാൻ ഒന്നും ഉണ്ടാകില്ല. ഏത് തിന്മ ചെയ്യുന്നവർക്കും അതിൻ്റെതായ ന്യായീകരണങ്ങൾ ഉണ്ടാവും. E=mc², അത് പിന്നെ ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ശാസ്ത്രത്തിന് ചീത്ത പറഞ്ഞു എന്നാണ്. ഇതേപോലെ ഏതൊക്കെയോ രോഗാണുക്കളെ നിർമ്മിക്കാൻ വേണ്ടി ലബോറട്ടറികളിൽ പരിശ്രമങ്ങൾ സജീവമാകുന്നു എന്ന് പറഞ്ഞ് ഞാൻ ശാസ്ത്രത്തെ പിന്നെ പഴി പറഞ്ഞു എന്നാണ്. ഞാൻ ശാസ്ത്രത്തെ ഒരു നിലക്കും പഴി പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ശാസ്ത്രം ദൈവം തമ്പുരാൻ മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ സർഗധനതയാണ് എന്നാണ്. നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കണം, അന്വേഷിക്കണം, കണ്ടെത്തലുകൾ നടത്തണം, പുതിയ കാൽവെപ്പുകൾ ഉണ്ടാകണം, മനുഷ്യൻ പുരോഗതിയിലേക്ക് പോകണം. അത് തന്നെയാണ് ഞാൻ എന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചത്. പക്ഷേ ആ പുരോഗതിയിലേക്ക് പോകുന്ന സമയത്ത് E=mc² എന്ന് മനസ്സിലാകുന്നു. അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാകുന്നു. ഇതുപയോഗിച്ച് അണുബോംബ് ഉണ്ടാക്കാമെന്ന് മനസ്സിലാകുന്നു. ആ അണുബോംബ് പരീക്ഷിച്ചാൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരേ സമയം കൊല്ലപ്പെടുമെന്നും ലക്ഷക്കണക്കിന് കുട്ടികൾ അംഗവൈകല്യമുള്ളവരായി ജനിക്കുമെന്നും ശാസ്ത്രീയമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുന്നു. അവിടെ മനസ്സിലേക്ക് വരണം. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി കഅന്നമാ ഖതലൻ നാസ ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യൻ നാസ ജമീഅ. മതവിശ്വാസിക്ക് അത് മനസ്സിലേക്ക് വരും. പരിശുദ്ധ ഖുർആനിന്റെ വചനം, ഖുർആനിൽ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ വചനം. ആരെങ്കിലും നിരപരാധിയായ ഒരു മനുഷ്യനെ വധിച്ചാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും വധിച്ചതിന് തുല്യമായ പാതകമാണ് അവൻ ചെയ്തിരിക്കുന്നത്. ആരെങ്കിലും നിരപരാധിയായ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിച്ചാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിക്കുന്ന സൽപ്രവർത്തനമാണ് അവൻ ചെയ്തിരിക്കുന്നത്. അതാണ് മതവും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം. ഇവിടെ ശാസ്ത്രത്തിനല്ല കുഴപ്പം, ശാസ്ത്രം ഉപയോഗിക്കുന്ന മനുഷ്യനാണ് കുഴപ്പം. എന്തുകൊണ്ട് മനുഷ്യന് കുഴപ്പമുണ്ടായി? മനുഷ്യൻ മറ്റ് ജീവികളെ പോലെയല്ലാത്തതുകൊണ്ട്. ആ കുഴപ്പം പരിഹരിക്കുവാൻ എന്താണ് മാർഗം? അവൻ ദൈവികമായ മാർഗദർശനം സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കാതിരുന്നാൽ പണം മാത്രം ലക്ഷ്യമാക്കി ശാസ്ത്രം ദുരുപയോഗപ്പെടുത്തപ്പെടുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ ശാസ്ത്രത്തിനാണ് ഇതിന്റെ മുഴുവൻ കുറ്റം എന്നല്ല. ഇതേപോലെ പിന്നെ അദ്ദേഹം സൂചിപ്പിച്ചു ശാസ്ത്രത്തിന്റെ ഉപകാരങ്ങളെ കുറിച്ച്. തീർച്ചയായും ആ ഉപകാരങ്ങളെ കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അമേരിക്ക അധിനിവേശങ്ങൾ നടത്തുന്നത് സാമൂഹ്യ ബോധമില്ലാത്തത് കൊണ്ട് എന്നാണ്. മുതലാളിത്തത്തിന് രാഷ്ട്രീയ ബോധമില്ല, മുതലാളിത്തത്തിന് സാമൂഹ്യ ബോധമില്ല, മുതലാളിത്തത്തിന് അധ്വാനിക്കത്തും തൊഴിലാളി വർഗത്തിന്റെ കിനാവുകളെ കുറിച്ച് അറിയില്ല, അവരുടെ വിയർപ്പ് തുള്ളികളുടെ വില അറിയില്ല. മുതലാളിത്തം ഒരു രാക്ഷസനാണ്. തീർച്ചയായുമാണ്, ഞാൻ സമ്മതിക്കുന്നു. സോവിയറ്റ് യൂണിയനോ അവിടെ ഭരിച്ചിരുന്ന ആളുകളോ അവർക്ക് സാമൂഹ്യ ബോധമില്ലാഞ്ഞിട്ടാണോ? അവർക്ക് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ വില അറിയാഞ്ഞിട്ടാണോ? അവർക്ക് ഈ തരത്തിലുള്ള സാമൂഹ്യ വിശ്ലേഷണ പഠനങ്ങൾ അവരുടെ തലച്ചോറിൽ ഇല്ലാഞ്ഞിട്ടാണോ? ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, മുതലാളിത്തമായാലും ശരി കമ്മ്യൂണിസം ആയാലും ശരി, രണ്ടും ഭൗതികവാദത്തിന്റെ അടിത്തറകളിൽ പഠിക്കപ്പെട്ട ദർശനങ്ങളാണ്. ഭൗതികവാദം പഠിപ്പിക്കുന്നത് മനുഷ്യൻ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല, മരണാനന്തരം ഒരു ജീവിതമില്ല, ധർമാധർമ്മങ്ങൾ തോന്നിയ പോലെ തീരുമാനിക്കാമെന്നാണ്. അങ്ങനെ തീരുമാനിക്കാമെന്ന് നില വരുമ്പോൾ കമ്മ്യൂണിസം ആയാലും കുഴപ്പങ്ങൾ സൃഷ്ടിക്കും, അത് മുതലാളിത്തമായാലും കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. ആ ഭൗതികവാദം മനസ്സിലുള്ള ഒരാൾ മതവിശ്വാസത്തിന്റെ കുപ്പായമണിഞ്ഞുകൊണ്ട് മതസമൂഹത്തിന്റെ ഉള്ളിൽ കയറി നിന്ന് മതത്തിന്റെ പേരിൽ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അവിടെയും കുഴപ്പങ്ങൾ ഉണ്ടാകും. കാരണം അയാളെ നയിക്കുന്നത് ഭൗതികവാദമാണ്, മതവിശ്വാസമല്ല എന്നതാണ് സത്യം. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. പിന്നെ യുക്തിചിന്ത പ്രയോഗിച്ചാൽ മതി എന്നാണ്. യുക്തിചിന്ത പ്രയോഗിച്ചാൽ ആയുധ കച്ചവടം കൊഴുക്കുമെന്നല്ലാതെ നിലച്ചു പോകും എന്നെനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. എന്താണ് നമ്മുടെ യുക്തി? യുക്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ലാഭം ഉണ്ടാകണം, ആ ലാഭം ഉണ്ടാകുന്ന കാര്യം ഞാൻ ചെയ്യണം എന്നതാണ് ഒരു മനുഷ്യന്റെ സ്വാർത്ഥമായ യുക്തി. ആ യുക്തി പ്രയോഗിക്കപ്പെട്ടാൽ ഇതിനേക്കാൾ മുതലാളിത്തം മുന്നിലേക്ക് പോകും. മുതലാളിത്തത്തിന്റെ ആളുകൾക്ക്, കോർപ്പറേറ്റുകൾക്ക്, അവിടെയുള്ള ബുദ്ധിരാക്ഷസന്മാർക്ക് യുക്തിക്ക് യാതൊരു കുറവില്ല. അതുകൊണ്ടാണ് അവർ മസ്തിഷ്കം ഉപയോഗിച്ച് നിരന്തരം ചൂഷണങ്ങളെ കുറിച്ച് ഗവേഷണ പ്രബന്ധങ്ങൾ നടപ്പിലാക്കുന്നതും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ചൂഷണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ അതല്ല പ്രശ്നം. ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രതിസന്ധിയാണ്, ഭൗതികവാദിയുടെ മുമ്പിലുള്ള പ്രതിസന്ധി. എങ്ങനെയാണ്
ധർമാധർമ്മങ്ങൾ നിർണയിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആശയക്കുഴപ്പത്തിലാകുന്ന പ്രതിസന്ധി, പല പല ഉത്തരങ്ങൾ മാറി മാറി പറഞ്ഞു നോക്കുന്ന പ്രതിസന്ധി. മനുഷ്യൻ തിന്മ ചെയ്യുന്നു എന്നവർക്ക് മനസ്സിലാകുന്നു, അത് ലോകത്ത് കുഴപ്പം വിതക്കുന്നു എന്ന് മനസ്സിലാകുന്നു. അവിടെ ധർമാധർമ്മങ്ങൾ കൃത്യമായി നിർണയിക്കുവാനുള്ള മാനദണ്ഡമെന്ന് എന്ന ചോദ്യം പ്രസക്തമാകുന്നു. ആ ചോദ്യത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ബോധ്യപ്പെടുമ്പോൾ പുതിയ കാലത്ത് അത്തരം സംവാദങ്ങൾ തന്നെ പ്രസക്തമല്ല എന്ന് പറയേണ്ടി വരുന്നു. അത്തരം ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് ഞാൻ പറയും മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമുക്ക് കഴിയണം. ഇവിടെ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം, പദാർത്ഥത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അതിനെക്കുറിച്ച് എല്ലാം പഠിക്കുന്ന സമയത്ത് നമ്മൾ കേവലം അന്ധതയുടെ കണ്ണടകൾ ഊരിമാറ്റിക്കൊണ്ട് വസ്തുനിഷ്ഠമായ പഠനത്തിന് വേണ്ടി പരിശ്രമിക്കണം. ആ പഠനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായും ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സർട്ടാവുണ്ട് എന്ന് കാണാൻ കഴിയും. ആ സർട്ടാവിന്റെ മാർഗദർശന പ്രകാരമാണ് പ്രപഞ്ചം മുഴുവൻ ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ നേരത്തെ മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പ് എന്റെ വിഷയാവതരണത്തിന്റെ തുടക്കത്തിൽ ഓതിവെച്ച പരിശുദ്ധ ഖുർആനിന്റെ വചനം ആവർത്തിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു. ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറത്ത് റൂമിലെ 30-ാമത്തെ വചനം. മനുഷ്യന് മുന്നിലുള്ള ഈ പ്രതിസന്ധിക്ക് പരിഹാരമായി ഖുർആൻ പറയുകയാണ്, ഫഅഖിം വജ്ഹക ലിദ്ദീൻ, നിന്റെ മുഖത്തെ നീ മതത്തിലേക്ക് തിരിക്കുക. എന്താണ് ആ മതം? ഫിത്രത്തല്ലാഹി അല്ലതി ഫത്തറന്നാസ അലൈഹ, മനുഷ്യരെ അല്ലാഹു ഏത് പ്രകൃതിയിലാണോ സൃഷ്ടിച്ചത് ആ പ്രകൃതിയാണത്. ലാ തബ്ദീല ലിഖൽഖില്ലാ, അല്ലാഹുവിന്റെ സൃഷ്ടി വ്യവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല. ദാലിക ദീനുൽ ഖയ്യിം, അതാകുന്നു അവക്രമായ മതം. വലാകിന്ന അക്തറന്നാസി ലാ യഅലമൂൻ, എന്നാൽ മനുഷ്യരിൽ അധിക പേരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഖുർആൻ പഠിപ്പിക്കുന്നത് ഇതാണ്: പ്രപഞ്ചം മുഴുവൻ ദൈവത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിയമങ്ങളാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഗവേഷണം ചെയ്ത് കണ്ടെടുക്കാൻ ശ്രമിക്കുന്നത്. പ്രപഞ്ചം മുഴുവൻ ദൈവത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നു, ജീവജാലങ്ങൾ മുഴുവൻ ദൈവത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെയൊന്നും യാതൊരു കുഴപ്പവുമില്ല, പ്രശ്നവുമില്ല, അശാന്തിയുമില്ല, കലാപവുമില്ല. എന്നാൽ മനുഷ്യന് ദൈവത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുവാനും ധിക്കരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടു. അവിടെ ദൈവത്തിന്റെ നിയമങ്ങളിലേക്ക് പ്രപഞ്ചവും ജീവജാലങ്ങളും തിരിഞ്ഞതുപോലെ നമ്മൾ കൂടി തിരിഞ്ഞാൽ അതിന്റെ പേരാണ് മതം. ആ മതം മനുഷ്യൻ ഏറ്റെടുത്താൽ അതോടുകൂടി മനുഷ്യന്റെ ജീവിതം മാനവിക മൂല്യങ്ങളാൽ പ്രശോഭിതമാകും. അവിടെ സ്വാർത്ഥത കുഴിച്ചു മൂടപ്പെടും. അവിടെ ദൈവത്തിന്റെ നിരീക്ഷണത്തിലാണ് തന്റെ ജീവിതം എന്ന ബോധ്യം വരും. ആ ബോധ്യത്തോടുകൂടി ഒരാൾ മതത്തെ ഉപയോഗപ്പെടുത്തിയാലും ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തിയാലും അവിടെ ദുരന്തങ്ങളും കുഴപ്പങ്ങളും ഒന്നും ഉണ്ടാവുകയില്ല എന്നതാണ് സത്യം. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ മനസ്സിലാക്കപ്പെടേണ്ട വസ്തുത. ഇസ്ലാമിന്റെ ആ വിഷയത്തിലുള്ള വീക്ഷണം അതാണ്. മതം എന്ന് പറയുമ്പോൾ ഇവിടെ പുരോഹിത മതങ്ങളുണ്ട്, പുരോഹിതന്മാർ നിർമ്മിച്ച മതങ്ങൾ. അത് ദൈവിക മതവുമായി ബന്ധമുള്ളതല്ല. മതം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചനാഥൻ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച ആദർശമാണ്. ആ ആദർശം പ്രവാചകന്മാർ തുടർച്ചയായി പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ആ പ്രവാചകന്മാരിൽ അന്തിമനായിക്കൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ട വേറെ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ചോദ്യം ചെയ്യാൻ അവസരമുണ്ടോ, വിമർശിക്കുവാൻ അവസരമുണ്ടോ എന്ന് ചോദിച്ചല്ലോ ബഹുമാനനായ തമ്പിസാർ. അദ്ദേഹത്തോട് പറയാനുള്ളത്, നിങ്ങൾ ഇതാ ഖുർആനിനെ കുറിച്ച് പഠിക്കൂ, മുഹമ്മദ് നബിയുടെ ജീവിതത്തെ വസ്തുനിഷ്ഠമായി സത്യസന്ധമായി അപഗ്രഥിക്കൂ, വിമർശിക്കൂ. നിങ്ങൾക്ക് ഉന്നയിക്കാനുള്ള വിമർശനങ്ങൾ അത് സത്യസന്ധമായി ഉന്നയിക്കൂ. അങ്ങനെ അതിനുള്ള മറുപടികൾ കേൾക്കൂ. ആ സത്യസന്ധമായ അന്വേഷണങ്ങൾ ഇത് ദൈവികമായ വെളിപാടുകൾ ആണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കൂ. അദ്ദേഹം ചോദിച്ചത് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് വലിയ സങ്കടം തോന്നി. 2ാം ക്ലാസ് വരെ പെൺകുട്ടികളെ സ്കൂളിൽ പറഞ്ഞയച്ചാൽ മതി എന്ന് പറയുന്നതാണോ നിങ്ങളുടെ മതം? പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ നിലപാട് എന്താണ് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ കേരളീയർ പൊതുവിൽ ഗൗരവത്തിലെടുക്കേണ്ട ചോദ്യങ്ങളാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പ്രവർത്തന സംഘടനയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ ഒരു യൂണിവേഴ്സിറ്റി അധ്യാപകന് പോലും ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിൽ ഇത്തരം സംശയങ്ങളുണ്ട് എന്നത് ഖേദകരമാണ്. ഇവിടെ എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയ പരിഷത്തിനൊരു മുദ്രാവാക്യമുണ്ട്, എന്തുകൊണ്ട് 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 എന്ന മുദ്രാവാക്യം. അവരുടെ ഒരു പുസ്തകത്തിന്റെ, കേരളത്തിൽ വ്യാപകമായി വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകത്തിന്റെ തലക്കെട്ട് തന്നെ അതാണ്. എന്തുകൊണ്ട് എന്ന് ചുറ്റുപാടുകളെ മുഴുവൻ ചോദ്യം ചെയ്ത് കണ്ടെത്തുവാനുള്ള അന്വേഷണ ത്വര മലയാളിയിൽ ജ്വലിപ്പിക്കുവാൻ തീർച്ചയായും പരിശ്രമിച്ചിട്ടുണ്ട്. ആ എന്തുകൊണ്ട് 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 എന്ന ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യം തീർച്ചയായും ഇസ്ലാമിനെ കൂടി ബാധകമാക്കുക, അന്വേഷിക്കുക. അപ്പോൾ മനസ്സിലാകും ഈ വിമർശനങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്, ഇസ്ലാം യഥാർത്ഥത്തിൽ അതൊന്നും പഠിപ്പിക്കുന്നില്ല എന്ന്. ആ തലത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകണമെന്ന് കൂടി വിനയത്തോടുകൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാനത് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശ്രദ്ധിക്കുക, വിഷയാവതരണവും അതിനോടുള്ള രണ്ടുപേരുടെയും പ്രതികരണവും വിയോജിപ്പുമെല്ലാം അവിടെ അറിയിച്ചു. നമ്മുടെ 2 പണ്ഡിതന്മാരും അവസാനിപ്പിച്ച ഒരു ഭാഗം
ചോദിക്കുക, ചിന്തിക്കുക, അന്വേഷിക്കുക, അതിനുള്ള സദസ്സിനുള്ള അവസരമാണ്. അത് പരമാവധി നമ്മുടെ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഉപയോഗപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ചോദ്യം ചോദിക്കുന്ന ആളുകൾ മുന്നോട്ട് കടന്നു വരണം എന്നറിയിക്കുകയാണ്. ചോദ്യം ചോദിക്കുന്ന ആളുകൾ, ചോദ്യകർത്താക്കൾ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തുക. കൂടാതെ ആരോടാണ് ചോദ്യം ചോദിക്കുന്നത് എന്ന് ആദ്യം പറയുക. ഇവിടെ ഉന്നയിക്കപ്പെട്ട, അവതരിപ്പിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക. അല്ലാത്ത ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അത് മറ്റൊരു സമയത്തേക്ക്, രണ്ടുപേരും നമുക്ക് അവൈലബിൾ ആണ്, കാലിക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് വിഷയാസ്പദമല്ലാത്ത ചോദ്യങ്ങൾ മറ്റ് സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. തമ്പിസാറോടോ ആണ് ആദ്യ ചോദ്യമെങ്കിൽ അടുത്ത ചോദ്യം മുസ്തഫ തൻവീറിനോടായിരിക്കും. അതല്ല, മുസ്തഫ തൻവീറിനോടാണ് ചോദിക്കണമെങ്കിൽ അടുത്ത ചോദ്യം തമ്പിസാറോടായിരിക്കും. ചോദിക്കാനുള്ള അവസരം പരമാവധി 3 മിനിറ്റാണ്. ഉത്തരം പറയുവാൻ 15 മിനിറ്റ് പരമാവധി സമയമുണ്ട്. ആ ഉത്തരം പറഞ്ഞ ആളോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുവാൻ 10 മിനിറ്റ് സമയവുമുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ സമയ ക്രമീകരണം. ചോദ്യം ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ജാനിഷ്. എൻ്റെ ചോദ്യം ഹരികുമാരൻ സാറോടാണ്. സാറ് ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞു സ്വതന്ത്ര ചിന്തയെക്കുറിച്ച്. ഇവിടെ മുസ്തഫ തൻവീർ വിഷയാവതരണത്തിലുമെല്ലാം സൂചിപ്പിച്ചു ധർമാധർമ്മങ്ങളെ വേർതിരിക്കുവാൻ കൃത്യമായ ദൈവിക സ്രോതസ്സുകൾ ആവശ്യമാണ്. ഹരികുമാരൻ സാറ് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ധർമാധർമ്മങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കുക എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ പറഞ്ഞു പോയ ഒരു കാര്യം തന്നെയാണ്, അത് വീണ്ടും ആവർത്തിക്കുന്നത് മാത്രം. മതത്തിൽ വിശ്വസിക്കാത്ത മനുഷ്യരും ധർമ്മവും അധർമ്മവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇവിടെ ജീവിച്ച് നമ്മുടെ മുമ്പിൽ പ്രവർത്തിച്ച് കാണിച്ചിട്ടുണ്ട്. അതിൽ ബുദ്ധന്റെ കാര്യം ഞാനിവിടെ പറഞ്ഞു. ഇതുപോലുള്ള പല മകൽ വ്യക്തികളും നമ്മുടെ കഴിഞ്ഞ കാലത്തും ഇക്കാലത്തും ഒക്കെ ഇവിടെ ജീവിക്കുന്നുണ്ട്. അവരൊക്കെ ഏത് മതങ്ങളിലാണ് വിശ്വസിക്കുന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇതുണ്ടായി വരേണ്ടത് ഒരു ചരിത്രബോധത്തിൽ നിന്ന് എന്നുള്ളതും ഞാൻ പറഞ്ഞു പോയതാണ്. അതിൽ കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചരിത്രപരത അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ധർമ്മ അധർമ്മത്തിന്റെ ഒരു നിലപാട് ഒരിക്കലും അതിനെ കാത്തു സംരക്ഷിക്കാൻ ഒരു പൗരോഹിത്യത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതും ഞാൻ അടിവരയിട്ട് പറയാം. ബഹുമാനനായ സാറ് അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ തന്നെയാണ് ആവർത്തിച്ചത്. അതിൽ 1-2 കാര്യങ്ങൾ പറയണമെന്ന് തോന്നുന്നു. ഒന്ന്, ധർമാധർമ്മങ്ങൾ സംരക്ഷിക്കുവാൻ പൗരോഹിത്യം ആവശ്യമാണ് എന്ന് മതത്തിന് അഭിപ്രായമില്ല. പ്രത്യേകിച്ചും ഞാൻ പറയുന്ന ഇസ്ലാമിന് അഭിപ്രായമില്ല. പൗരോഹിത്യം ഒരിക്കലും ധർമാധർമ്മങ്ങളുടെ സൂക്ഷിപ്പുകാരായി നിലനിന്നുകൂടാ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം പുരോഹിതന്മാരാരാണ്? പുരോഹിതന്മാർ മനുഷ്യരാണ്. അവർക്കുള്ളതും മറ്റു മനുഷ്യർക്കുള്ളതുപോലെ തന്നെയുള്ള തലച്ചോറുകളാണ്. ആ തലച്ചോറ് ഉപയോഗിച്ച് അവർ നന്മ തിന്മകളെ വേർതിരിക്കാൻ ശ്രമിച്ചാൽ മറ്റു മനുഷ്യർ ചെന്ന് ചാടുന്ന അബദ്ധങ്ങളിലെല്ലാം അവർ ചെന്ന് ചാടും. അതുകൊണ്ടാണ് ഇപ്പോ വർണ്ണാശ്രമ വ്യവസ്ഥ ഇന്ത്യയിൽ നിലനിന്ന ഏറ്റവും ക്രൂരമായ മാനവിക വിരുദ്ധമായ വ്യവസ്ഥ. ആ വ്യവസ്ഥ ഇന്ത്യയിൽ നിലനിന്നത് പുരോഹിതന്മാർ ധർമാധർമ്മങ്ങൾ നിശ്ചയിക്കുവാൻ ശ്രമിച്ചതുകൊണ്ടാണ്. അവിടെ ഞാൻ പറയുക, പുരോഹിതന്മാർക്ക് അതിന് അവകാശമില്ല, പണ്ഡിതന്മാർക്ക് അവകാശമില്ല, നേതാക്കൾക്ക് അവകാശമില്ല, ആർക്കും അവകാശമില്ല. ധർമാധർമ്മങ്ങൾ നമ്മൾ നമ്മുടെ തലച്ചോറ് കൊണ്ട് തീരുമാനിക്കാൻ ശ്രമിച്ചാൽ ആകെ കുഴപ്പങ്ങളായിരിക്കും ഫലം. അതിന് ദൈവികമായ മാർഗദർശനം വേണം. ആ ദൈവികമായ മാർഗദർശനമാണ് പ്രവാചകന്മാർ കൊണ്ടുവന്നത്. അവരിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിക്കപ്പെട്ടത്. ആ വേദഗ്രന്ഥങ്ങളിലേക്കും പ്രവാചകന്മാരുടെ ജീവിതത്തിലേക്കും മടങ്ങുക മാത്രമാണ് ധർമാധർമ്മങ്ങളെ വ്യവച്ഛേദിക്കുവാനുള്ള വഴി. ആ പ്രവാചകന്മാരുടെ ജീവിതം പക്ഷേ ഇന്ന് നമുക്ക് അതേ രീതിയിൽ ഉപലബ്ധമല്ല. അവർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ പോലും പുരോഹിതന്മാർ കൈകടത്തി. അവിടെയാണ് അവസാനത്തെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ പ്രസക്തമാകുന്നത്. അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസക്തമാകുന്നത്. ഖുർആനിലെ 34-ാമത്തെ അധ്യായം സൂറത്ത് സബയിൽ 28-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കും, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. മനുഷ്യരെ, നിങ്ങൾ മുഴുവൻ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരിലേക്കുമായി നിയോഗിക്കപ്പെട്ട അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി. അദ്ദേഹം തങ്ങളിലേക്കെല്ലാം നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എന്ന് മനുഷ്യരിൽ അധിക പേരും പക്ഷെ മനസ്സിലാക്കുന്നില്ല എന്ന് ഖുർആൻ പറയുന്നു. ഇതേപോലെ ഖുർആൻ
ഖുർആനിനെ കുറിച്ച് ഖുർആൻ പറയുന്നു 15-ാമത്തെ അധ്യായം സൂറത്തുൽ ഹിജ്റ 9-ാമത്തെ വചനം, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും ഞാനാണ്, പ്രപഞ്ചനാഥനാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത്. അന്ത്യനാൾ വരെ ഈ ഖുർആനിനെ ഞാൻ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പ്രപഞ്ചനാഥൻ തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ അതിൽ പ്രപഞ്ചനാഥന്റെ വർത്തമാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യന്റെയും വചനങ്ങൾ അതിലില്ല. മുഹമ്മദ് നബി എഴുതിയ ഒരു വാചകം പോലും പരിശുദ്ധ ഖുർആനിലില്ല. അത് മുഴുവനും ദൈവം തമ്പുരാനിൽ നിന്നുള്ള വെളിപാടുകൾ മാത്രമാണ്. ആ വെളിപാടുകളുടെ വെളിച്ചത്തിൽ സ്വന്തം ജീവിതത്തെ ക്രമീകരിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ഇവിടെ പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാണ് ധർമാധർമ്മങ്ങളെ വകതിരിക്കുവാനുള്ള തെറ്റുപറ്റാത്ത സ്രോതസ്. അതല്ലാത്ത ഏത് സ്രോതസ് അനുസരിച്ച് നമ്മൾ ജീവിച്ചാലും തെറ്റുപറ്റും എന്നതാണ് സത്യം. അത് ചരിത്രപരത, സാമൂഹ്യപരത എന്നെല്ലാം നമ്മൾ പറയുമ്പോഴും ഞാൻ പറഞ്ഞ പ്രശ്നങ്ങൾ അവിടെ മുഴച്ചു നിൽക്കുന്നു. അതിന് ഇവിടെ യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. അതേപോലെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണമെന്ന് തോന്നുന്നു. നേരത്തെ സാറ് പറഞ്ഞ സമയത്ത് ബിഗ് ബാങ് തിയറിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആ ബിഗ് ബാങ് തിയറിയെ കുറിച്ച് പറഞ്ഞപ്പോ സാറ് തിരിച്ചു ചോദിക്കുകയാണ്, അതിനു മുമ്പുള്ള അവസ്ഥ ശാസ്ത്രത്തിന് പഠിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ മതത്തിന് പഠിക്കാൻ പറ്റുമോ, നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ ഉണ്ടോ എന്ന്. ഞാൻ എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഭൗതികവാദികൾക്കൊരു വാദമുണ്ടായിരുന്നു, അവർക്കൊരു ജ്ഞാനശാസ്ത്ര സമീപനമുണ്ടായിരുന്നു. അതെന്താണ്? അറിവ് ഭൗതികമാണ്, അതൊരു ഭൗതിക പ്രതിഭാസമാണ്. ഭൗതികമായ മാർഗങ്ങളിലൂടെ നമുക്ക് അറിവ് പൂർണ്ണമായി കണ്ടെത്താൻ കഴിയും. നമുക്കറിയാൻ കഴിയാത്തതൊന്നും യഥാർത്ഥത്തിലില്ല. അതുകൊണ്ടാണ് അന്ന് ഭൗതികവാദികൾ ടെസ്റ്റ് ട്യൂബും മൈക്രോസ്കോപ്പുമായി വിശ്വാസികളുടെ മുന്നിൽ വന്നിട്ട് കാണിച്ചു തരുമോ ദൈവത്തെ ഇതിൽ എന്ന് ചോദിച്ചത്. കാരണം അവർ വിചാരിച്ചത് മൈക്രോസ്കോപ്പിൽ തെളിയാത്തതെല്ലാം യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ് എന്നാണ്, നമ്മുടെ പഠനത്തിന് വഴങ്ങാത്തതെല്ലാം യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ് എന്നാണ്. ആ ജ്ഞാനശാസ്ത്രത്തെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. ഇപ്പോഴിതാ ശാസ്ത്രം തന്നെ പറയുന്നു, പദാർത്ഥത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പഠിക്കുന്നിടത്ത് പോലും നമുക്ക് പരിമിതികളുണ്ട്. ബിഗ് ബാങ്ങിന് മുമ്പുള്ള ഒരു അവസ്ഥയെ ഗണിതശാസ്ത്രപരമായി അപഗ്രഥിക്കുവാൻ പോലും നമ്മൾ അശക്തരാണ്. അവിടെ ശാസ്ത്രത്തിന് എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയും എന്ന ഭൗതികവാദത്തിന്റെ ജ്ഞാനശാസ്ത്ര സമീപനത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. ആ അർത്ഥത്തിലാണ് അതിന് മറുപടി നൽകേണ്ടത് എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. മുസ്തഫ തൻവീറിനോട് ചോദിക്കാനുള്ള ചോദ്യകർത്താവ് ആണ് അടുത്തത്. ചോദ്യം മുസ്തഫ തൻവീറിനോടാണ്. ലോകത്തിലെ 16 സംസ്കാരങ്ങൾ ഉടലെടുത്തിരുന്നു. ഈ 16 സംസ്കാരങ്ങളിൽ നിന്ന് 3-4 സംസ്കാരങ്ങൾ മാത്രമേ മതങ്ങളായി മാറിയിട്ടുള്ളൂ. ഈ സംസ്കാരം സിന്ധു നദി തട സംസ്കാരം മുതൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി തട സംസ്കാരം വരെ ഈ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് മനുഷ്യനോ മനുഷ്യരാശിക്കോ ഭൂമിക്കോ പ്രകൃതിക്കോ യാതൊരു നഷ്ടങ്ങളോ കോട്ടങ്ങളോ ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ മതങ്ങളും മതങ്ങളെ നിയന്ത്രിക്കുന്ന പൗരോഹിത്യവും ഈ ലോകത്തെന്ന് ഉടലെടുത്തോ അന്ന് മുതൽ ഈ പ്രകൃതിയുടെയും ഇവിടെയുള്ള ജീവിതാലങ്ങൾക്കും നഷ്ടങ്ങളെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ശരിയാണ്, ശാസ്ത്രമായാലും മതമായാലും ഈ പ്രപഞ്ചത്തെ നശിപ്പിച്ചിട്ടേ ഉള്ളൂ. അതിന്റെ തനതായ രീതികൾ നശിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ശാസ്ത്ര പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ അസംബന്ധമാണ്. എന്താണ് ശാസ്ത്രം? എന്താണ് ശാസ്ത്രം? ആ ശാസ്ത്രം എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി. ഈ ശാസ്ത്രം 16 അർണോൾഡ് ടോയ്ബീന്റെ 16 സംസ്കാരങ്ങൾ ലോകത്തിൽ ഉടലെടുത്തെങ്കിൽ ഇന്ന് വരെ ഭാരതീയ സംസ്കാരം, പഴയ അറേബ്യൻ സംസ്കാരം മുതൽ ഭാരതീയ സംസ്കാരം, സിന്ധു നദി സംസ്കാരം, യൂഫ്രട്ടീസ് ടൈഗ്രീസ് സംസ്കാരം മുതൽ ഇന്നത്തെ സംസ്കാരം വരെ ഈ സംസ്കാരത്തിൽ നിന്ന് മതങ്ങൾ ഉടലെടുത്ത് ഈ മതങ്ങൾ ഉടലെടുത്തതോടുകൂടി മനുഷ്യന് സ്വകാര്യ സമ്പാദ്യത്തിലേക്കുള്ള ആർത്തി കൂടി. ഈ സ്വകാര്യ സമ്പാദ്യത്തിലേക്കുള്ള ആർത്തി കൂടിയത് എന്തുകൊണ്ട്? അത് ഭൗതിക മാറ്റങ്ങൾ വന്നതുകൊണ്ടല്ലേ. ഭൗതികമായിട്ട് ഇവിടെ ഒന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല. മാറ്റങ്ങൾ വരെയൊന്നുള്ളൂ. അത് ജനിതക മാറ്റം വരാം, രാസമാറ്റം വരാം, എല്ലാ മാറ്റങ്ങളും വരാം. ഒരു കാര്യം ശരിയാണ്, ഇവിടെ ശാസ്ത്രവും മതവുമാണ് ഈ ഭൂമിയെ, ഇന്നത്തെ പ്രകൃതിയെ ഈ രീതിയിലാക്കി മാറ്റുന്നതിൽ നമുക്ക് ഓരോ വ്യക്തികൾക്കും അതിൻ്റെതായ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ പ്രപഞ്ചത്തെ ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് സിന്ധു നദി തടത്തിൽ തടയണ കെട്ടിയപ്പോൾ അവർ ആ തടയണ ദ്രാവിഡർ പൊളിച്ചിട്ടാണ്. കാരണം എന്ന് പറഞ്ഞാല്, ചോദ്യോക്താക്കൾ ശ്രദ്ധിക്കുക, ചോദ്യങ്ങൾ മാത്രം മതി. അതിന്റെ ചരിത്ര വസ്തുതകളും മറ്റു സാഹചര്യങ്ങളെല്ലാം അറിയുന്ന പണ്ഡിതന്മാരാണ് സ്റ്റേജിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചോദ്യം മാത്രം ചോദിക്കുക. മനസ്സിലാക്കാത്ത എന്തെങ്കിലും ഭാഗം ചോദ്യകർത്താക്കളിൽ നിന്നും ഉണ്ടെങ്കിൽ അവർ തിരിച്ചങ്ങോട്ട് ചോദിച്ചോളും. അതുകൊണ്ട് ചോദ്യത്തിൽ മാത്രം ചോദ്യകർത്താക്കൾ ഒതുങ്ങി നിൽക്കുക. അതായത് ഞാൻ പറയുന്നത് ആധുനിക ശാസ്ത്രവും ആധുനിക മതങ്ങളുമാണ് ഇന്നത്തെ പ്രപഞ്ചത്തെ ഇങ്ങനെയാക്കിയത്.
മത്സ്യങ്ങളായാലും ഏത് ജീവജാലങ്ങളായാലും അതിൻ്റെ തനതായ രീതിയിൽ അത് ജീവിക്കുന്നു, മരിക്കുന്നു. പക്ഷെ അവർക്ക് അസുഖങ്ങൾ വരുന്നോ രോഗങ്ങൾ വരുന്നോ അതും നമ്മളെപ്പോലുള്ള ശാസ്ത്ര സൃഷ്ടിയാണ്. നമ്മളാണ് അവരെക്കാൾ കൂടുതൽ അവരെ നശിപ്പിക്കുന്നത്, വൃക്ഷങ്ങളെ നശിപ്പിക്കുന്നത്, ജീവജാലങ്ങളെ നശിപ്പിക്കുന്നത്. അതിന് ഈ ശാസ്ത്രത്തോടനുബന്ധിച്ചുള്ള മതവും ശാസ്ത്രവും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ്. മതം ഇല്ലെങ്കിൽ ശാസ്ത്രമില്ല, ശാസ്ത്രം ഇല്ലെങ്കിൽ മതമില്ല. പല ശാസ്ത്രജ്ഞന്മാരും അതിഭയങ്കരമായ ദൈവവിശ്വാസികളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് വരെ അറിയാം. ലോകത്തിലെ പേര് കേട്ട ഞാൻ പ്രിപ്പയർ ചെയ്തില്ല. ചോദ്യം എന്താണ്? ഇതേ ഉള്ളൂ. മതവും ശാസ്ത്രവുമാണ് ഇന്നത്തെ പ്രകൃതികൾ നശിപ്പിക്കുന്നത്. അതിന് മതത്തിനും ശാസ്ത്രത്തിനും അതിൻ്റെതായ അവബോധം വരണം. എന്ത് ചെയ്യണം? അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേ ചോദ്യം. ശരി. ബഹുമാനനായ ജ്യേഷ്ഠ സഹോദരൻ അദ്ദേഹം ചില നിരീക്ഷണങ്ങളാണ് അവതരിപ്പിച്ചത്. കൃത്യമായ ഒരു ചോദ്യം എന്നതിനേക്കാൾ അദ്ദേഹത്തിന്റെ ചില നിലപാടുകളാണ്. അദ്ദേഹം പറഞ്ഞത് ലോകത്ത് 16ഓളം സംസ്കാരങ്ങൾ നിലവിലുണ്ട്, അല്ലെങ്കിൽ ചരിത്രത്തിൽ നിലവിലുണ്ടായിരുന്നു. അത് ചരിത്രപരമായ ഒരു വായനയാകാം, അങ്ങനെ അല്ലാതെ അഭിപ്രായപ്പെടുന്ന ചരിത്ര പണ്ഡിതന്മാരും ഉണ്ടാകാം. ആ സംസ്കാരങ്ങൾ നിലനിന്ന സമയത്ത് യാതൊരു കുഴപ്പമില്ലായിരുന്നു. മതങ്ങൾ വന്നപ്പോഴാണ് എല്ലാ പ്രശ്നവും ഉണ്ടായത് എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ ഒരു ഭാഗം. അത് അവിടെ ചില തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. ലോകത്ത് ആദ്യം കുറെ സംസ്കാരങ്ങൾ ഉണ്ടായി വന്നു എന്നും അതിനുശേഷം പിന്നീട് മതങ്ങൾ ഉണ്ടായി എന്നുമുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. മതം ഞാൻ പറഞ്ഞതുപോലെ ദൈവികമായ മാർഗദർശനമാണ്. എന്താണ് നന്മ എന്നും എന്താണ് തിന്മ എന്നും മനുഷ്യരെ പഠിപ്പിക്കുന്ന മാർഗദർശനം. അത് ആദിമ മനുഷ്യൻ മുതൽ തന്നെയുണ്ട്. ആദ്യത്തെ മനുഷ്യൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നൊരു പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിന് തന്നെ ആ മാർഗദർശനം ഉണ്ടായിരുന്നു. അന്ന് മുതൽ തന്നെ ലോകത്ത് മതമുണ്ട്. എന്നാൽ മതങ്ങൾ ഉണ്ടാകുന്നത് പിൽക്കാലത്താണ്. പ്രവാചകന്മാർ പഠിപ്പിച്ച മതത്തെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുർവ്യാഖ്യാനിച്ച പുരോഹിതന്മാരാണ് വ്യത്യസ്ത മതങ്ങൾ സൃഷ്ടിച്ചത്. ഇവിടെ ഇസ്ലാമിക പ്രബോധകർ ജനങ്ങളെ ക്ഷണിക്കുന്നത് ദൈവം പഠിപ്പിച്ച യഥാർത്ഥത്തിലുള്ള മതത്തിലേക്കാണ്. അതിന്റെ ദുർവ്യാഖ്യാനത്തിന്റെ ഫലമായി നിലവിൽ വന്ന പുരോഹിത മതങ്ങളിലേക്കല്ല. ആ പുരോഹിത മതങ്ങളാണ് യഥാർത്ഥത്തിൽ സുഹൃത്ത് ഇവിടെ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. ദൈവിക മതം ഈ രീതിയിലുള്ള യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. സംസ്കാരങ്ങളെല്ലാം വിശുദ്ധമായിരുന്നു എന്ന സുഹൃത്തിന്റെ ധാരണ അടിസ്ഥാനരഹിതമാണ്. ഇവിടെ പറയപ്പെട്ട ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ജാതിയും തൊടലും തീണ്ടലും സ്ത്രീകൾ പ്രദർശിപ്പിച്ച് നടക്കലും ദേവദാസി സമ്പ്രദായവും സതിയും എല്ലാം രൂപപ്പെട്ടു വന്നത്. ഇതേപോലെ തന്നെ റോമില സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് അടിമ വ്യവസ്ഥിതിയും അടിമകളെ പരസ്പരം ദ്വന്ദ്വയുദ്ധത്തിന് പ്രേരിപ്പിക്കലും ഒരാൾ മരിച്ചു തീരുന്നത് വരെ മുതലാളിമാർ കണ്ടിരുന്ന് രസിക്കലും എല്ലാം ഉണ്ടായത് ആ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതേ രീതിയിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സംസ്കാരങ്ങളുടെ ഭാഗമായി ശരിയും തെറ്റുമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന്റെ ജീവിത രീതിയാണ്. അതിൽ നന്മയും ഉണ്ടാകും തിന്മയും ഉണ്ടാകും. ആ സംസ്കാരം എന്നത് എപ്പോഴും വിശുദ്ധമാകും എന്നല്ല നമ്മൾ പറയേണ്ടത്. എപ്പോൾ സംസ്കാരം ദൈവം പഠിപ്പിച്ച മതത്തിന് അനുപൂരകമായി നിലനിൽക്കുന്നുവോ അപ്പോൾ ഒരു സംസ്കാരം വിശുദ്ധമായിരിക്കും. എപ്പോൾ ഒരു സംസ്കാരത്തിൽ ആ ദൈവികമായ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകൾ കടന്നുകൂടുന്നുവോ അപ്പോൾ അവിടെ മാനവികതയ്ക്ക് വിരുദ്ധമായ പല പ്രത്യക്ഷപ്പെടലുകൾ നമ്മൾ കാണേണ്ടി വരും എന്നതാണ് സത്യം. ശാസ്ത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പുരോഹിത മതങ്ങളും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യനാണ് യഥാർത്ഥത്തിലുള്ള പ്രതി. മനുഷ്യൻ ധർമാധർമ്മങ്ങൾ ദൈവികമായ മാർഗദർശന പ്രകാരം സ്വീകരിക്കുന്നതിന് പകരം സ്വേച്ഛയിലേക്ക് പോകുമ്പോഴാണ് ഈ രീതിയിലുള്ള തകരാറുകളെല്ലാം ഉണ്ടാകുന്നത്. ഇതിനുള്ള പരിഹാരം ഒന്ന് മാത്രമാണ്. നമ്മളെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നമ്മളെല്ലാം സൃഷ്ടിച്ച നമ്മുടെ നാഥൻ, ആ നാഥനിൽ നിന്നുള്ള മാർഗദർശനം സ്വീകരിക്കുവാൻ എല്ലാവരും സന്നദ്ധമായാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നതാണ് സത്യം. തമ്പിസാറോടുള്ള ചോദ്യകർത്താവ്. ഒന്നാമത്തെ ചോദ്യം, സുനാമി നടന്നതിന് ശേഷം സുനാമി നടക്കുമെന്ന് മതഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയുന്നു. ATM ബയോമെട്രിക് ATMയിലേക്ക് യുഗത്തിലേക്കാണ് നാം കടക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവനും ഇനി തമ്പ് ഇംപ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു യുഗമാണ് വരാൻ പോകുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പരലോകം സംഭവിക്കുന്നു എന്നതിൻ്റെ തെളിവായിക്കൊണ്ട് എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം ഈ വിരൽത്തുമ്പുകളിലെ വരാനിരിക്കുന്ന കോടാനകോടി മനുഷ്യന്റെ വിരൽത്തുമ്പുകൾ വ്യത്യസ്തമായിരിക്കുമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യന് എങ്ങനെ പറയാൻ കഴിയുമെന്നാണ് ഞാൻ ഈ മനുഷ്യരാശി തന്നെയാണ് വെല്ലുവിളിക്കുന്നത്. മറ്റൊരു ചോദ്യം, പേര് അബ്ബാസ്. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് ശാസ്ത്രം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അന്ന് ഈ വിരൽത്തുമ്പിൽ
വരാനിരിക്കുന്ന കോടാനകോടി മനുഷ്യന്റെ വിരൽത്തുമ്പുകൾ വ്യത്യസ്തമായിരിക്കുന്നെന്ന് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ കാരണം മനുഷ്യന് സംശയമുണ്ട് പരലോകം സംഭവിക്കുക എന്നുള്ളത്. ഈ വിരൽത്തുമ്പുകൾ വ്യത്യസ്തമാക്കി സൃഷ്ടിച്ച സൃഷ്ടാവിന് നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വിരൽത്തുമ്പുകൾ. ഇന്ന് ശാസ്ത്രം ആധാർ കാർഡ് ആയാലും ശരി, ATM ആയാലും ശരി, മറ്റു പല ഉപയോഗങ്ങൾക്കും വ്യക്തിത്വം തെളിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വിരൽത്തുമ്പുകളാണ്. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യന് എങ്ങനെ പ്രവചിക്കാൻ കഴിയുമെന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം. ഒരുപാട് ചിന്തകൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, വിരൽത്തുമ്പ് മാത്രമല്ല, കണ്ണിലെ കൃഷ്ണമണി, ജനിതകം, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള റെഫറൻസുകൾ നിങ്ങൾ പരിശോധിക്കുന്ന ഗ്രന്ഥങ്ങളിലുണ്ടോ എന്ന് പരിശോധിക്കുക. ഇത് നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞു പോയാൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറയാൻ പറ്റും. ഒരു കാര്യം മാത്രം, ശാസ്ത്രം ഒരുപാട് അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. 7000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പുഷ്പക വിമാനം അല്ല ഇപ്പൊ പറക്കുന്ന തരത്തിലുള്ള വിമാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെയുള്ള എന്താ പറയുക, സാങ്കല്പിക ലോകത്ത് നിന്ന് പല കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ചില ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളിലെ ശരിതെറ്റുകളെ പരിശോധിക്കലല്ല ശാസ്ത്രം ചെയ്യുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് 1400 വർഷം മുമ്പ് ഈ ഫിംഗർ പ്രിന്റ് എന്നുള്ള സാധനം ഉപയോഗിച്ചൊരു സാങ്കേതിക വിദ്യ ഇല്ലാതെ പോയത്? അതുകൂടെ പരിശോധിക്കണം. 1400 വർഷം മുമ്പ് മനുഷ്യന്റെ ജീവിതാവസ്ഥ എന്തായിരുന്നു? ഇന്ന് ഫിംഗർ പ്രിന്റിന്റെ ശാസ്ത്രം അറിയുന്നത് പോലെ ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥ എന്തുകൊണ്ടില്ലായിരുന്നു? ഇതാ നമ്മൾ ചിന്തിക്കേണ്ടത്. അന്ന് മനുഷ്യന്റെ, അതാ പറഞ്ഞത്, ഇത് പരിണാമത്തിന്റെ ഒരു അവസ്ഥയാണ്. ചിന്തയുടെ ഒരു പരിണാമം സംഭവിച്ചിട്ടുണ്ട്. ഇത് കാലാകാലങ്ങളിൽ അന്നുണ്ടായിരുന്ന ശാസ്ത്രം അതിനെ വളർത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ ചിന്തയിൽ തന്നെ പരിണാമം സംഭവിച്ചത്. ശാസ്ത്രത്തിലും അത് സംഭവിച്ചിട്ടുണ്ട്. പരീക്ഷണം എന്നുള്ള സാധനം 1500-കൾക്ക് ശേഷമാണ് ഈ ലോകം കണ്ടത്. ശാസ്ത്രം ദൈവ സൃഷ്ടിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എങ്കിൽ 1-ാം ദിവസം തുടങ്ങി ഈ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം ശാസ്ത്രത്തിൽ. അങ്ങനെ ഒരു അവസ്ഥയില്ല, കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനിതകത്തില് 1870-കളിലാണ് ജനിതക പഠനങ്ങൾ തുടങ്ങുന്നത്, ഡാർവിന് മുമ്പ്. ജനിതകത്തിന്റെ കോംപ്ലക്സിറ്റിയെ കുറിച്ച്, അതിൽ അത്രമാത്രം നിഗൂഢതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ദൈവവിശ്വാസിക്ക് പോലും നിരാകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് വരാനിരിക്കുന്നേ ഉള്ളൂ. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്ര പഠനം മനുഷ്യ ജീനുകളുടെ ഏതാണ്ട് അതിന്റെ മൊത്തം ഇൻഫർമേഷന്റെ 10% മാത്രമേ എത്തിയിട്ടുള്ളൂ. എത്തിയപ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ ഇത്തരം പ്രോമിസുകൾ, അതിന് വാഗ്ദാനങ്ങൾ നൽകാൻ കഴിയുന്നു. പഠിച്ചുകൊണ്ടിരിക്കും. മനുഷ്യ അധ്വാനമാണ്. നമ്മൾ ആരെക്കുറിച്ചായി പറയുന്നത്? ശാസ്ത്രജ്ഞരെന്ന് പറയുന്നവര് വേറെ ഭൂഖണ്ഡത്തിൽ നിന്ന് വന്ന ആൾക്കാരൊന്നുമല്ല. നമ്മുടെ കൂടെയുള്ള മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവരുടെ അധ്വാനത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ആക്ഷേപിക്കുന്നത്. മനുഷ്യ അധ്വാനമാണ് ശാസ്ത്രം, അതല്ലാതെ മറ്റൊന്നുമല്ല. അതിനെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വെല്ലുവിളിച്ചോളൂ, ശാസ്ത്രത്തെ വെല്ലുവിളിച്ചോളൂ. അതിനുള്ളിൽ നിൽക്കുന്ന ചോദ്യങ്ങൾക്ക് അത് ശാസ്ത്രം പരിശോധന നടത്തി കണ്ടെത്തും, കണ്ടെത്താതിരിക്കാം. ഇതിന് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ത്രത്തെ എങ്ങനെയാണ് നമുക്ക് തള്ളി പറയാൻ കഴിയുക? ഉത്തരം കിട്ടാത്തത് ഉള്ളത് കൊണ്ടാണ് ശാസ്ത്രം നിലനിൽക്കുന്നത്. അത് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. 500 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയല്ല ഇന്ന്, 1500 കൊല്ലത്തിന് മുമ്പുള്ള അവസ്ഥയല്ല ഇന്ന്. ഈ മാറ്റം മനുഷ്യ അധ്വാനത്തിലൂടെ ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ്. കുറ്റമറ്റ രീതിയിൽ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പരിശോധിച്ച് നന്നാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണുകൊണ്ട് കണ്ട ഒരു കാഴ്ച, ഒരു ലെൻസ് കൊണ്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ഒരു മൈക്രോസ്കോപ്പ് വെച്ചപ്പോഴുള്ള കാഴ്ച, ഇതെല്ലാം ഒരു വസ്തുവിനെയാണെന്ന് ഓർക്കണം. എന്താ? അറിവിന്റെ തലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗലീലിയോ ആകാശത്തേക്ക് ഒരു ടെലസ്കോപ്പ് വെച്ച് പിടിച്ചപ്പോഴാണ് അന്നുവരെ തലകീഴായിരുന്ന ഒരു പ്രപഞ്ചം നേരെയായത്. അതുവരെ ഇല്ലായിരുന്നു. ഇതൊക്കെ ഒരിടത്ത് ഒരു ദിവസം ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഒരു വികസനമില്ല. അവിടെ എന്താണ്? അത് സ്റ്റാറ്റിക്കാണ്. അത് നിൽക്കും അവിടെ, അത് മുന്നോട്ട് പോകില്ല. ചിന്ത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ചിന്തിച്ച കാര്യമല്ല ഇന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത്. അത് സമൂഹത്തിന്റെ ഒരു നിർമ്മിതി അതിനകത്തുണ്ട്. ധർമ്മം കൃത്യമായിട്ടും സമൂഹത്തിന് നിർവഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ്. ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ബോധം എന്നുള്ള സാധനം ഉണ്ടല്ലോ, ബോധം. അത് ഭൗതികമാണെന്നുള്ള തർക്കങ്ങൾ, അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പറയുന്ന മസ്തിഷ്കത്തില് അത് ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് ബോധം പോലും ഭൗതികമാണ് എന്ന് പറയാൻ, ശാസ്ത്രത്തിന് പറയാൻ പറ്റുന്ന കാലം വിദൂരമല്ല എന്നുള്ളതാണ് ഇപ്പോ നടക്കുന്ന പഠനങ്ങളും മറ്റും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട്
ശാസ്ത്രത്തെ കുറ്റം പറയുമ്പോൾ മനുഷ്യ അധ്വാനത്തെയാണ് നാം കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് രാവിലെ ജീവിക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനത്തെ ഒരാൾ കുറ്റപ്പെടുത്തുന്ന പോലെയാണ് ശാസ്ത്രത്തെ കുറ്റപ്പെടുത്തുന്നത്. ശാസ്ത്രജ്ഞൻ എന്നൊരാളില്ല. ശാസ്ത്രജ്ഞൻ ഒരുപാട് ദൈവവിശ്വാസികളുണ്ട്. മാധവൻ നായർ ഈ നമ്മുടെ മംഗൾയാന്റെ മോഡലും കൊണ്ട് അവിടേക്ക് പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ശാസ്ത്രജ്ഞന് പറയുന്നതുമല്ല ശാസ്ത്രം, ശാസ്ത്രത്തിന്റെ രീതി അനുസരിക്കുന്നതാണ് ശാസ്ത്രം. അവരുടെ കാഴ്ചപ്പാടും വീക്ഷണങ്ങളുമല്ല ശാസ്ത്രം. ഒരുപാട് ഐൻസ്റ്റീൻ മതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ശാസ്ത്രം മുഴുവൻ ദൈവം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് തർക്കിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അത് അവരവരുടെ ജീവിത കാഴ്ചപ്പാടാണ്. അതിനെ അങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാൻ. തമ്പി സാറ്, ഞാൻ ശാസ്ത്രത്തിന്റെ വലിയ വിമർശകനും ശാസ്ത്രത്തിന്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ആളൊക്കെയാണ് എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് ഒരു ധവളപത്രം ഇറക്കേണ്ടി വരുമോ എന്ന് സംശയിച്ചു പോവാണ്. ഞാൻ ശാസ്ത്രത്തിന്റെ എതിരല്ലാന്ന്, പിന്നെ ശാസ്ത്രത്തിന് ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല എന്നും എന്താണ് ഞാൻ പറഞ്ഞതെന്നും ആവർത്തിച്ച് ഇവിടെ ഒരുപാട് തവണ വിശദീകരിച്ചു. പക്ഷേ പിന്നെ ഒരു ഭൗതികവാദത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ശാസ്ത്ര പ്രചരണം നടത്തി വന്നതിന്റെ ഒരു ശീലം കൊണ്ടാണെന്ന് അറിഞ്ഞൂടാ പിന്നെയും അദ്ദേഹം ഞാൻ ശാസ്ത്രത്തെ കുറ്റം പറഞ്ഞു എന്ന രീതിയിൽ പറയാണ്. ഞാൻ ശാസ്ത്രത്തെ കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, ശാസ്ത്രം ഒരു വലിയ സംഭവമാണ്. ഇപ്പൊ ഇവിടെ ദൈവം നൽകിയതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഗലീലിയോന്റെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. 1500 പിന്നെ കേവലം 5 നൂറ്റാണ്ട് മുമ്പാണ് ഗലീലിയോണ് പരീക്ഷണാത്മകമായ ശാസ്ത്രത്തിന് തുടക്കം കുറിക്കുന്നത്. ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ ഇത് ഉണ്ടാവേണ്ടതാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണ്, ശാസ്ത്രം നമ്മുടെ മസ്തിഷ്കത്തിന്റെ വ്യായാമമാണ്. ഈ മസ്തിഷ്കം ആര് നൽകി? ആ മസ്തിഷ്കം എങ്ങനെ ഉണ്ടായി? ഇപ്പോൾ ശാസ്ത്രത്തെ കുറിച്ച് വലിയ വർത്തമാനങ്ങൾ പറഞ്ഞു. നമ്മൾ ശാസ്ത്രം വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി, ഒരുപാട് കണ്ടെത്തലുകൾ നടത്തി. നമ്മൾ മനുഷ്യാധ്വാനത്തെ പരിഹസിക്കുന്നു എന്നാണ്. തീർച്ചയായും മനുഷ്യന്റെ അധ്വാനമാണ്, മനുഷ്യന്റെ മുന്നേറ്റമാണ്, സമൂഹം തലമുറകളായി കൈമാറി വന്ന അറിവുകളുടെ മുന്നോട്ടുള്ള പ്രയാണമാണ്, അതിന്റെ സമാഹരണമാണ്, എല്ലാമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ ഇത് സംഭവിക്കുന്നു? ലോകത്ത് ഇത്ര ദശലക്ഷക്കണക്കിന് ജീവിവർഗങ്ങൾ ഉള്ളതിൽ ഒരു ജീവിവർഗത്തിന്റെ മാത്രം ലോകത്ത് എന്തുകൊണ്ട് ശാസ്ത്രം പുരോഗമിക്കുന്നു? അവിടെ മാത്രം അന്വേഷണങ്ങൾ ഉണ്ടാകുന്നു, അവിടെ മാത്രം പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാകുന്നു, അവിടെ മാത്രം ഒരു ഗലീലിയോ ജനിക്കുന്നു. എന്തുകൊണ്ട് കടുവകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഗലീലിയോ ഉണ്ടായില്ല? എന്തുകൊണ്ട് അവിടുന്ന് ഒരു ബ്രൂണോ ഉണ്ടായില്ല? എന്തുകൊണ്ട് നമ്മൾ കാണുന്ന വേറെ ജീവികളുടെ കൂട്ടത്തിൽ നിന്ന് ശാസ്ത്രജ്ഞന്മാരുണ്ടായില്ല? മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നു. ഇവിടെ പറഞ്ഞു, അത് മനുഷ്യന്റെ നിരന്തരമായ അധ്വാനമാണ്. അതെ, അധ്വാനമാണ്. അധ്വാനിച്ചാൽ ശാസ്ത്രമുണ്ടാക്കാൻ കഴിയുന്ന ഭൂമുഖത്തെ ഒരേ ഒരു ജീവി മനുഷ്യൻ. തന്റെ തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രം വളർത്താൻ കഴിയുന്ന ഭൂമുഖത്തെ ഒരേ ഒരു ജീവി മനുഷ്യൻ. ഈ തലച്ചോറ് എവിടുന്ന് കിട്ടി? ഈ അധ്വാന ശേഷി എവിടുന്ന് കിട്ടി? അതാണ് ഞാൻ ദൈവദത്തമാണ് എന്ന് പറഞ്ഞത്. അത് ദൈവദത്തമല്ലാതെ പരിണാമദത്തമാണ് എന്ന അഭിപ്രായമുണ്ടെങ്കിൽ അത് പറയണം. എങ്ങനെ, ഏത് രീതിയിൽ, ഏത് വഴിയിലൂടെ ഈ കഴിവുകൾ പരിണാമ ചക്രം വഴി മനുഷ്യന് കൈവന്നു എന്ന് വിശദീകരിക്കണം. അത് വിശദീകരിക്കുന്നതിന് പകരം ശാസ്ത്രത്തിനെതിരാണ് എന്ന രീതിയിൽ പറയരുത് എന്ന് ദയവ് ചെയ്ത് പറയാണ്. അതേപോലെ പിന്നെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും എല്ലാം അങ്ങനെ തന്നെ. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് മനുഷ്യന്റെ അധ്വാനമാണ്, തീർച്ചയായുമാണ്, അന്വേഷണമാണ്, എല്ലാമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇത്ര സങ്കീർണമാണ് നമ്മുടെ ജനിതക ഘടന എന്ന വസ്തുതയെ അന്ധമായ പരിണാമ പ്രക്രിയ വഴി ജീവനുണ്ടായി എന്ന വാദം അതുവഴി തകർന്നു പോകുന്നില്ലേ എന്നാണ് എന്റെ ചോദ്യം. ആ ചോദ്യത്തെ അഭിമുഖീകരിക്കാനാണ് ദയവ് ചെയ്ത് സന്നദ്ധമാകേണ്ടത് എന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ഇവിടെ സുഹൃത്ത് ബഹുമാനനായ ജ്യേഷ്ഠ സഹോദരൻ ഉന്നയിച്ച ചോദ്യം, അദ്ദേഹം പറഞ്ഞത് പരിശുദ്ധ ഖുർആനിലെ 75 അധ്യായം സൂറത്തുൽ ഖിയാമയിലെ 3-4 വചനങ്ങളെ കുറിച്ചാണ്. മനുഷ്യൻ ചോദിക്കുന്നു, മനുഷ്യൻ വിചാരിക്കുന്നു, മരണത്തോടുകൂടി അവൻ എല്ലുകളായി നുരുമ്പി പോകുമെന്ന്, പിന്നീട് അവനൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുകയില്ല എന്ന്. ഭൗതികവാദികൾ കാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണിത്. നമ്മൾ എല്ലാ കാലത്തും കേട്ടുകൊണ്ടിരുന്ന ചോദ്യം. ഭൗതികവാദികൾ ചോദിക്കുന്നു, നമ്മളെല്ലാവരും മരിക്കും, മരിച്ചാൽ നമ്മളെല്ലാവരും നുരുമ്പി മണ്ണായി എല്ലായി ദ്രവിച്ചു പോകും, പിന്നെ എങ്ങനെയാണ് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുക എന്ന് ചോദിക്കുന്നു ഭൗതികവാദികൾ. അവരോട് പരിശുദ്ധ ഖുർആൻ ഉത്തരം പറയുകയാണ്. ഖുർആൻ പല രീതിയിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരങ്ങളിൽ ഒരു ഉത്തരമാണിത്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ശുദ്ധ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചവനാണ് പ്രപഞ്ചനാഥൻ. ആ പ്രപഞ്ചനാഥന് മരണത്തിന് ശേഷം നിങ്ങളെ ഉയർപ്പിക്കുക പ്രയാസമല്ല. ഇതേപോലെ പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുകയാണ്, നിങ്ങൾ ചോദിക്കുകയാണോ മരണത്തിന് ശേഷം നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ എങ്ങനെയാണ് പ്രപഞ്ചനാഥന് കഴിയുക എന്ന്? എന്നാൽ നിങ്ങൾ അറിയണം, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ
യുസവ്വിയ ബനാന, നിങ്ങളുടെ വിരൽ തുമ്പുകളെ പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനാണ് പ്രപഞ്ചനാഥൻ എന്ന് പഠിപ്പിക്കുന്നു പരിശുദ്ധ ഖുർആൻ. അതാണ് പ്രശ്നം. പരിശുദ്ധ ഖുർആൻ സർവശക്തന്റെ മാഹാത്മ്യത്തെ കുറിച്ച് പറയുകയാണ്. നിങ്ങളുടെ ഈ വിരൽ തുമ്പുകളില്ലേ, ഈ വിരൽ തുമ്പുകൾ പോലും ശരിപ്പെടുത്തിയവനാണ് ദൈവം തമ്പുരാൻ. ആ ദൈവം തമ്പുരാന് മരണത്തിന് ശേഷം നിങ്ങൾ ഉയർപ്പിക്കാനാണോ പണി എന്നതാണ് ചോദ്യം. എന്താണ് വിരൽ തുമ്പിന് പ്രത്യേകത? കണ്ണിന് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. കണ്ണിന് പ്രത്യേകതയുണ്ടെങ്കിൽ എന്റെ ചോദ്യങ്ങൾക്ക് ശക്തി കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലോകത്തെ ആളുകൾക്ക്, ശതകോടിക്കണക്കിന് മനുഷ്യർക്ക് മുഴുവൻ കണ്ണിന് വ്യത്യസ്തമായ ഇംപ്രിന്റ് ഉണ്ടായത് യാദൃച്ഛികതയാണ്, പരിണാമത്തിന്റെ അന്ധതയാണ് എന്ന് പറയാൻ ആർക്കാണ് കഴിയുക? നമ്മുടെ ശരീരത്തിലെ വേറെ ഏതെങ്കിലും ഭാഗത്തിന് സവിശേഷതയുണ്ടെങ്കിൽ എന്റെ ചോദ്യങ്ങൾക്ക് ശക്തി കൂടുന്നേയുള്ളൂ. അതെങ്ങനെയാണ് പരിണാമത്തിന്റെ അന്ധതയാവുക? അത്രയും ഡൈവേഴ്സായി, അത്രയും സൂക്ഷ്മമായി, അത്രയും പ്ലാൻഡായി ആളുകൾ സൃഷ്ടിക്കപ്പെട്ടു എന്നല്ലേ അതിനർത്ഥം? എവിടെ ഈ വിരൽ തുമ്പ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിന്റെ ഒരു സർഫസ് ഏരിയ എത്ര ചെറുതാണ്, എത്ര ചെറുതാണ്. ആ സർഫസ് ഏരിയയിലുള്ള രേഖകൾ ലോകത്ത് ജീവിച്ചിരിക്കുന്ന 600 കോടിയിലധികം വരുന്ന മനുഷ്യരുടേത് ഓരോരുത്തരുടേതും ഓരോരുത്തരിൽ നിന്നും വ്യത്യസ്തം. രണ്ടെണ്ണം പോലും ഒരുപോലെ ഇല്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരല്ല, ലോകത്ത് കഴിഞ്ഞുപോയ കോടിക്കണക്കിന് മനുഷ്യർ, വരാനിരിക്കുന്ന മനുഷ്യർ, ഈ മനുഷ്യരുടെ മുഴുവൻ ശരീരത്തിന്റെ വിരൽ തുമ്പുകളിൽ വ്യത്യസ്തമായ അടയാളങ്ങൾ സന്നിവേശിപ്പിച്ച ഒരു ദൈവം തമ്പുരാന് നിങ്ങളെ മരണത്തിന് ശേഷം ഉയർപ്പിക്കാനാണോ പണി എന്ന ചോദ്യം, ആ ചോദ്യം അർത്ഥശൂന്യമാണ് എന്ന് കരുതുന്നവർക്ക് അർത്ഥശൂന്യമാണ് എന്ന് പറയാം. സൽബുദ്ധിയുള്ളവർക്ക് അങ്ങനെ തോന്നുകയില്ല എന്ന് മാത്രമാണ് വിനയത്തോടു കൂടി സൂചിപ്പിക്കാനുള്ളത്. പിന്നെ മതഗ്രന്ഥങ്ങളിൽ ശാസ്ത്രമുണ്ട് എന്ന് പറയുന്നതിനെ കുറിച്ച് വിശദമായി പറയാൻ നിർവാഹമില്ല. ഇവിടെ പുഷ്പക വിമാനത്തെക്കുറിച്ചും അത്തരം അവകാശവാദങ്ങളെ കുറിച്ചുമെല്ലാം പറഞ്ഞു. ഞാൻ പറയുന്നത് ഇത്ര മാത്രമാണ്: ശാസ്ത്രം മുഴുവൻ ഖുർആനിലുണ്ട് എന്ന് മുസ്ലിങ്ങൾക്ക് വാദമില്ല. അങ്ങനെ ആരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിവരക്കേട് മാത്രമാണ്. ഖുർആനിന്റെ പണി ശാസ്ത്രം വിശദീകരിക്കലല്ല. പക്ഷേ ഒന്നുണ്ട്, ഖുർആൻ ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ, മരണത്തെക്കുറിച്ച് പറയുമ്പോൾ, ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ജീവജാലങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ സംസാരം നടക്കുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നത്തെ ശാസ്ത്രജ്ഞാനം വളരെ പരിമിതമാണ്. ആ പരിമിതമായ ശാസ്ത്രജ്ഞാനം വെച്ച് ഏതു മനുഷ്യൻ അന്ന് പ്രപഞ്ചത്തെയും പ്രകൃതിയെയും മനുഷ്യ ശരീരത്തെയും ജീവജാലങ്ങളെയും കുറിച്ച് സംസാരിച്ചാലും അതിൽ അബദ്ധങ്ങൾ കടന്നു വരുമെന്ന കാര്യം ഉറപ്പാണ്. അതിന് പിന്നെ സാധാരണ മനുഷ്യനൊന്നും ആകണ്ട. ഐസക് ന്യൂട്ടൺ, അദ്ദേഹം 17ാം നൂറ്റാണ്ടിൽ അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്കയിലുള്ള പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ, ആ നിയമങ്ങൾ പോലും പൂർണ്ണമായി ഇന്ന് നമുക്ക് സ്വീകാര്യമല്ല. അതിലെ അബദ്ധങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നു. ന്യൂട്ടനെയും ഐൻസ്റ്റൈനെയും പോലുള്ള ആളുകൾ സ്റ്റഡി സ്റ്റേറ്റ് തിയറിയുടെ വക്താക്കളായിരുന്നു, പ്രപഞ്ചം വികസിക്കുന്നില്ല എന്ന പക്ഷക്കാരായിരുന്നു. പക്ഷെ നമുക്ക് അത് തിരുത്തേണ്ടി വന്നു. ഞാൻ പറയുന്നത്, പ്രതിഭാധനരായ ശാസ്ത്രജ്ഞന്മാർക്ക് പോലും കാലത്തിന്റെ പരിമിതികളുണ്ട്, അവരുടെ രചനകളിൽ അബദ്ധങ്ങളുണ്ട്. എന്നാൽ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു പ്രവാചകന്റെ നാവിലൂടെ ലോകം കേട്ട വചനങ്ങൾ, ആ വചനങ്ങളിൽ എല്ലാ ശാസ്ത്രവുമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ആ വചനങ്ങൾ നിരവധി സ്ഥലങ്ങളിൽ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും ജീവജാലങ്ങളെയും മനുഷ്യ ശരീരത്തെയും കുറിച്ച് സംസാരിച്ചിട്ട് ഒരബദ്ധം, പേരിനൊരബദ്ധം പോലും അതിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം. ഇതെന്തുകൊണ്ട് എന്നതാണ് ചോദ്യം. അന്നത്തെ കാലത്ത് ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ ആർക്കും സംഭവിച്ചു പോകാവുന്ന അബദ്ധങ്ങൾ, ആ അബദ്ധങ്ങളിൽ ഒന്നുപോലും പരിശുദ്ധ ഖുർആനിൽ ഇടം പിടിച്ചില്ല എന്നതൊരു അത്ഭുതമായി നിലനിൽക്കുന്നു. കാരണം പരിശുദ്ധ ഖുർആൻ ദൈവം തമ്പുരാൻ അവതരിപ്പിച്ചു എന്നതാണ്. പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസായിലെ 82-ാമത്തെ വചനം നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അവർ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും പ്രപഞ്ചനാഥൻ അവതരിപ്പിച്ചതല്ലായിരുന്നെങ്കിൽ, ഏതെങ്കിലും മനുഷ്യന്റെ രചനയായിരുന്നെങ്കിൽ അതിലവർ ധാരാളം അബദ്ധങ്ങൾ കണ്ടെത്തുമായിരുന്നു. ആ അബദ്ധങ്ങൾ ഇല്ല എന്നാണ് പറയുന്നത്. ഇത് കേവലമായ അവകാശവാദമല്ല. ആർക്കും അത് പരിശോധിക്കണം എന്ന് വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. സ്ത്രീകളുടെ ഭാഗത്ത് ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അവസരം മുസ്തഫ തൻവീറിനോടാണ്. സ്ത്രീകളുടെ ഭാഗത്ത് ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഭാഗത്ത്. അടുത്ത ചോദ്യം പുരുഷന്മാരുടെ ഭാഗത്തു നിന്നാണ്. മുസ്തഫ തൻവീറിനോട് ആണ് ചോദ്യം ചോദിക്കുന്നത്. എൻ്റെ പേര് അബ്ദുൽ ലത്തീഫ്, ഞാൻ ഈ നാട്ടുകാരനാണ്. എൻ്റെ സംശയം ഒരു ഉൽപ്പത്തിയെക്കുറിച്ചുള്ള സംശയമാണ്. സൂറത്ത് ഹൂദിലെ 7-ാമത്തെ വചനമായ അഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ഫീ സിത്തത്തി അയ്യാമിൻ വകാന അർശുഹു അലൽ മാഇ. ഇതേക്കുറിച്ച് ഈ ഉൽപ്പത്തിയുടെ കാലത്ത് ദൈവത്തിന്റെ സിംഹാസനം ജലത്തിന്റെ മുകളിലായിരുന്നു. അതിന് വല്ല സ്ഥലം സംഭവിച്ചതായിട്ടുള്ള വിജ്ഞാനം നമ്മുടെ കയ്യിലുണ്ടോ? അതാണ് ചോദ്യം. ബഹുമാനനായ അബ്ദുൽ ലത്തീഫ് സാഹിബിന്റെ ചോദ്യം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നടന്നത് 6 ഘട്ടങ്ങളിലായിട്ടാണ്, 6 യുഗങ്ങളിലായിട്ടാണ്.
എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അത് പറയുന്നതിന്റെ കൂടെ തന്നെ ദൈവം തമ്പുരാന്റെ, പടച്ച തമ്പുരാന്റെ അർശ് അത് വെള്ളത്തിന് മുകളിലായിരുന്നു, ജലത്തിന് മുകളിലായിരുന്നു എന്നും ഖുർആൻ സൂചിപ്പിക്കുന്നു. ഇത് അങ്ങനെയാണോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും സ്ഥാനചലനം ഉണ്ടായിട്ടുണ്ടോ എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ വസ്തുതകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ബിഗ് ബാങ് സിംഗുലാരിറ്റിയെ കുറിച്ച്. ആ സിംഗുലാരിറ്റി വഴി ശാസ്ത്രം തന്നെ നമ്മളോട് പറയുന്ന കാര്യം, പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച്, പ്രപഞ്ചോൽപത്തിയിലേക്ക് ഒരു പരിധി വരെ മാത്രമേ നമുക്ക് കടന്നു പോകാൻ കഴിയൂ എന്നാണ്. കാരണം അവിടെ നമ്മുടെ മസ്തിഷ്കത്തിന്റെ അതിർത്തി വരകൾ വരക്കപ്പെടുകയാണ്. നമ്മുടെ മസ്തിഷ്കം പടക്കപ്പെട്ടിരിക്കുന്നത് പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ഭൗതികവാദികൾ യുക്തിയുടെ, ബുദ്ധിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു സത്യമുണ്ട്. എന്താണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ മസ്തിഷ്കം, ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് മനുഷ്യൻ? ഈ പ്രപഞ്ചം, അതിന്റെ വലുപ്പം എത്രയാണ്? അറിഞ്ഞിടത്തോളം 12,500 കോടി ഗാലക്സികൾ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട്. 12,500 കോടി ഗാലക്സികൾ ചുരുങ്ങിയത്. ഈ ഓരോ ഗാലക്സിയിലും കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. നമ്മുടെ ഗാലക്സി ആയ മിൽക്കി വേയിൽ, ക്ഷീരപഥത്തിൽ 40 കോടിയോളം ഗാലക്സികളുണ്ട്. ഈ നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിലെ വളരെ ചെറിയൊരു നക്ഷത്രം മാത്രമാണ് സൂര്യൻ. ആ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന 8ൽ കുറയാത്ത ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹം മാത്രമാണ് ഭൂമി. ആ ഭൂമിയിൽ നിവസിച്ചു കൊണ്ടിരിക്കുന്ന ദശലക്ഷക്കണക്കിന് ജീവിവർഗങ്ങളിൽ ഒരു ജീവിവർഗം മാത്രമാണ് മനുഷ്യൻ. ആ മനുഷ്യൻ എന്ന നമ്മളുടെ ജീവിവർഗം, നമ്മൾ ഈ ഭൂമുഖത്ത് പ്രത്യക്ഷപ്പെട്ടത് പ്രപഞ്ചോൽപത്തി കഴിഞ്ഞ് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാണ്. പ്രപഞ്ചോൽപത്തി, ഈ വിശാലമായ പ്രപഞ്ചമുണ്ടായി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ജീവിവർഗമാണ് മനുഷ്യൻ. ആ മനുഷ്യന്റെ തലയിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള വളരെ ചെറിയ ഒരു അവയവമാണ് അവന്റെ തലച്ചോർ എന്ന് പറയുന്നത്. ആ തലച്ചോറിന് അത്ഭുതകരമായ സിദ്ധി വൈഭവങ്ങളുണ്ട്. ദൈവം തമ്പുരാൻ നൽകിയ സിദ്ധി വൈഭവങ്ങൾ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ഫാക്കൽറ്റിയാണ്. ആര് തന്ന ഫാക്കൽറ്റി? ദൈവം തന്ന ഫാക്കൽറ്റി. എപ്പോ തന്ന ഫാക്കൽറ്റി? പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട് കാലങ്ങൾക്കു ശേഷം പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു കോണിൽ വസിക്കുന്ന ഒരു ജീവിവർഗത്തിന്റെ തലയിൽ നിക്ഷേപിച്ചു കൊടുത്തിട്ടുള്ള ചെറിയൊരു ഫാക്കൽറ്റി. ആ ഫാക്കൽറ്റിയുടെ കപ്പാസിറ്റി ഡിഫൈൻ ചെയ്യുന്നത് ആരാണ്? അത് തന്നാളാണ്. ആ ഫാക്കൽറ്റിയുടെ കപ്പാസിറ്റി ഡിഫൈൻ ചെയ്യേണ്ടത് അത് തന്നാളാണ്. നമ്മൾ മനുഷ്യർ ഇവിടെ ഇരുന്ന് ഇങ്ങനെ മുകളിലേക്ക് നോക്കി വ്യാഖ്യാനിക്കുകയാണ്. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം. എങ്ങനെ പ്രപഞ്ചമുണ്ടായി? പ്രപഞ്ചം അനാദിയാണ്. പ്രപഞ്ചം എല്ലാ കാലത്തും ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പ്രപഞ്ചത്തിൽ നിറയെ വൈരുദ്ധ്യങ്ങളാണ്. ആ വൈരുദ്ധ്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനം വഴിയാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് തിസീസ് എഴുതുന്നു. എന്തിനെ കുറിച്ച്? പ്രപഞ്ചോൽപത്തിയെ കുറിച്ച്. എന്തുപയോഗിച്ച്? ഈ തലച്ചോറ് ഉപയോഗിച്ച്. ഏത് തലച്ചോറ്? നമ്മുടെ പ്രപഞ്ചമുണ്ടായി മില്യൺ കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഭൂമുഖത്ത് പ്രത്യക്ഷപ്പെട്ട ജീവിവർഗം എന്ന നിലക്ക് ആ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് നമുക്ക് നൽകിയ ഒരു ഫാക്കൽറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തിസീസ് ചമക്കുന്നു. അവിടെ നമ്മൾ തലച്ചോറിന്റെ സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കുന്നതോടൊപ്പം തലച്ചോറിന്റെ പരിമിതിയെ കുറിച്ച് കൂടി മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു വസ്തുവാണ് തീപ്പെട്ടി. നമുക്കറിയാം, തീപ്പെട്ടി മനുഷ്യനുണ്ടാക്കിയ ഒരു വസ്തുവാണ്. ഈ തീപ്പെട്ടി കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളില്ലേ? തീർച്ചയായും ഉണ്ട്. ആ ഉപകാരങ്ങൾ എന്തൊക്കെയാണ് എന്നും തീപ്പെട്ടിയുടെ ശേഷി എന്തൊക്കെയാണ് എന്നും ഡിഫൈൻ ചെയ്തത് ആരാണ്? അത് ഡിസൈൻ ചെയ്തത് ആരാണ്? നമ്മളാണ്. നമ്മളാകുന്ന മനുഷ്യനാണ്. ഒരാള് റോട്ടിലിറങ്ങി നേരം വെളുത്ത പാടെ പറയാണ്, ഇവിടെ എന്റെ കയ്യിൽ തീപ്പെട്ടിയുണ്ട്, ഈ തീപ്പെട്ടി ഉപയോഗിച്ച് ഞാൻ ഈ ബക്കറ്റിൽ വെള്ളം നിറക്കും എന്ന് അയാൾ പറയുന്നു. അയാൾ ഒരു ബക്കറ്റ് കൊണ്ടുവന്ന് നോക്കുന്നു, വെള്ളം നിറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ അയാളോട് പറയും, തീപ്പെട്ടിയുടെ ധർമ്മം അതല്ല, അത് തീപ്പെട്ടിയുടെ കപ്പാസിറ്റി അല്ല. നമ്മൾ തീപ്പെട്ടി ഡിസൈൻ ചെയ്തത് എന്തിനാ? അത് ഉരച്ച് തീ ഉണ്ടാക്കാനാ, വെള്ളം നിറക്കാന്ന് പറഞ്ഞ പണി തീപ്പെട്ടിക്ക് വല്ല പറ്റൂല. ഇതൊരാൾ പറയുമ്പോ മനുഷ്യന്റെ കഴിവുകളെ വില കുറച്ച് കാണുകയാണോ എന്ന് വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം. അവിടെ എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടു എന്നതാണ് ചോദ്യം. ഇതേപോലെ മനുഷ്യന്റെ മസ്തിഷ്കം അത് ഡിസൈൻ ചെയ്യപ്പെട്ടത് പദാർത്ഥത്തെ കുറിച്ച് പഠിക്കാനാണ്, മാറ്ററിനെ കുറിച്ച് പഠിക്കാനാണ്. പദാർത്ഥത്തെ കുറിച്ച് നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. എന്നാൽ ദൈവം തമ്പുരാൻ പദാർത്ഥാതീതനാണ്. അവൻ പദാർത്ഥമല്ല, അവൻ പദാർത്ഥത്തിന്റെ സ്രഷ്ടാവാണ്. അവൻ പ്രപഞ്ചാതീതനാണ്. അവൻ പ്രപഞ്ചത്തിന്റെ ഭാഗമല്ല, അവൻ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവാണ്. നമ്മുടെ മസ്തിഷ്കം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രപഞ്ചത്തെയും പദാർത്ഥത്തെയും മാത്രമേ പഠിക്കാൻ കഴിയൂ. പ്രപഞ്ചാതീതനും പദാർത്ഥാതീതനുമായ ദൈവം തമ്പുരാന്റെ അസ്തിത്വത്തെ നമുക്ക് അപഗ്രഥിക്കുവാൻ കഴിയില്ല നമ്മുടെ മസ്തിഷ്കം ഉപയോഗിച്ചുകൊണ്ട്. നമ്മുടെ മസ്തിഷ്കം ഉപയോഗിച്ച് പ്രപഞ്ചത്തിലുള്ള ആസൂത്രണം നമുക്ക് കാണാം. അതിന് പിന്നിൽ ഒരു നിയാമകനും സ്രഷ്ടാവും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ആ സ്രഷ്ടാവിന്റെ അസ്തിത്വവും ആ സ്രഷ്ടാവ് സൃഷ്ടി നടത്തിയ രീതിയുടെ വിശദാംശങ്ങളും
നമ്മുടെ മസ്തിഷ്കം കൊണ്ട് നമുക്ക് മനനം ചെയ്ത് കണ്ടെത്താൻ കഴിയില്ല. കാരണം അത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ കപ്പാസിറ്റിയിലുള്ളതല്ല, അതിന് ഡിഫൈൻഡ് ആയ ഒരു പണിയല്ല അത്. അവിടെ വേദഗ്രന്ഥങ്ങളാണ് സംസാരിക്കേണ്ടത്. എങ്ങനെയാണ് ആ സൃഷ്ടി പ്രക്രിയ നടന്നത്, അപ്പോൾ പടച്ച തമ്പുരാന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയായിരുന്നു, അത് വേദഗ്രന്ഥങ്ങൾ വിശദീകരിക്കേണ്ടതാണ്. ആ വേദഗ്രന്ഥങ്ങളിൽ അവസാനത്തെ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ ഈ പരാമർശം നടത്തി. ആ പരാമർശം നടത്തുമ്പോൾ ആ പരാമർശത്തെ കുറിച്ച് മാത്രമേ നമുക്കറിയൂ. അവിടെ ജലത്തിന് മുതുകളിലായിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്, ഇപ്പോഴതെങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും നമ്മുടെ മസ്തിഷ്കത്തിന്റെ അന്വേഷണ പരിധിയിലുള്ളതല്ല. കാരണം നമ്മുടെ മസ്തിഷ്കം അതിനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി പടക്കപ്പെട്ടതല്ല, പ്രപഞ്ചത്തെക്കുറിച്ച് മാത്രം പഠിക്കുവാൻ വേണ്ടി പടക്കപ്പെട്ടതാണ്. അവിടെ വേദഗ്രന്ഥങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ഉൾക്കൊള്ളുകയാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുടെ വിധി, യുക്തിയുടെ താല്പര്യം. അതിനു പകരം നമ്മുടെ മസ്തിഷ്കത്തെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു പണി നമ്മുടെ മസ്തിഷ്കം കൊണ്ട് ചെയ്യിക്കുന്നതാണ് യഥാർത്ഥത്തിൽ യുക്തിവിരുദ്ധവും ബുദ്ധിശൂന്യതയും. അതുകൊണ്ട് ബഹുമാനനായ സഹോദരൻ ചോദിച്ചതുപോലുള്ള പ്രശ്നങ്ങളിൽ വേദഗ്രന്ഥങ്ങൾ പറഞ്ഞതുപോലെ മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് അപ്പുറത്തുള്ളത് നമ്മുടെ തലച്ചോറിന്റെ പണിയല്ല എന്നതാണ് സത്യം. ചോദ്യകർത്താക്കൾ ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉള്ളൂ. പുതിയ ഇല്ല എന്ന് സൂചിപ്പിക്കുകയാണ്, സമയപരിമിതി മൂലമാണ്. അടുത്തതായി തമ്പി സാറോടുള്ള ചോദ്യം. പേര് ഷമീർ എന്നാണ്, എൻ്റെ സ്ഥലം ഓളവണ്ണ. എൻ്റെ ചോദ്യം തമ്പി സാറോടാണ്. അതായത് തൻവീർ സാഹിബ് ചോദിച്ച ചോദ്യം തന്നെയാണ്, പക്ഷേ അദ്ദേഹത്തിന് ഉത്തരം പറയാനുള്ള അവസരം കിട്ടിയില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. അതായത് തികച്ചും അജൈവമായ വസ്തുവിൽ നിന്നും ജീവനുള്ള വസ്തു എങ്ങനെയുണ്ടാകുന്നു എന്നാണ്. അതായത് ഭൗതികവാദത്തിന്റെ അടിത്തറ തന്നെ അതാവണം, അതായാലേ പരിണാമം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അജൈവ വസ്തുക്കളിൽ നിന്നും ജീവനുള്ള വസ്തു ഉണ്ടായി എന്നതിന് ശാസ്ത്രപരമായിട്ട് വല്ല തെളിവോ സിദ്ധാന്തമോ ഉണ്ടോ എന്നാണ്. രാസ പരിണാമ പ്രക്രിയയുടെ മോഡലുകൾ ലാബുകളിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തെ ലാബിനുള്ളിൽ സൃഷ്ടിച്ചുകൊണ്ട് നടത്തിയ പഠനങ്ങൾ വളരെ കൃത്യമായിട്ട് കോശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തന്മാത്രകൾ രൂപപ്പെടുന്ന പരീക്ഷണങ്ങൾ വളരെ കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിലുണ്ടാകുന്ന നൈട്രജൻ അടങ്ങുന്ന തന്മാത്രകൾ ചേർന്നുകൊണ്ട് ഉള്ള വലിയ തന്മാത്രകൾ, അതായത് ചെറിയ ചെറിയ അണുക്കളിൽ നിന്ന് വലിയ തന്മാത്രകൾ ഉണ്ടാകുന്ന വളരെ കൃത്യമായ ആവർത്തിച്ച് തെളിയിച്ചിട്ടുള്ള പരീക്ഷണങ്ങളുണ്ട്. അപ്പോൾ അണുക്കളിൽ നിന്ന് തന്മാത്രകൾ രൂപാന്തരപ്പെടുന്ന ഒരു പരീക്ഷണം ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനൊരു സാധ്യത നമ്മൾ ശാസ്ത്രം പറയുന്നത്. അതല്ലാതെ വിശ്വസിക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല. നിങ്ങൾക്ക് ഇതേ പരീക്ഷണം അങ്ങനെ ഒരു ലാബിൽ വീണ്ടും പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആവർത്തന ഭദ്രത ആ പരീക്ഷണത്തിനുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ അതിനുശേഷം നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ശാസ്ത്രം കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ എവിടെയും ഒരു വിശ്വാസത്തെ, ഒരു ദൈവത്തെ സൃഷ്ടിക്കാൻ ശാസ്ത്രം ഒരിടത്തും ശ്രമിക്കുന്നില്ല. അവിടെ നമുക്ക് കാണാൻ കഴിയില്ലെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ജീവൻ നിർമ്മിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ശാസ്ത്രം പരിമിതിയുള്ളത്. അത് പരിമിതിയായി നിൽക്കട്ടെ. ആ പരിമിതി, ഞാനതാ പറഞ്ഞത്, 1870-കൾക്ക് ശേഷമാണ് ജനിതക പഠനത്തെക്കുറിച്ച് പഠിക്കാൻ പോകുന്നത്. ഇവിടെ ചോദിക്കപ്പെട്ട ഒരു ചോദ്യം, ജനിതക പഠനങ്ങൾ എങ്ങനെയാണ് പരിണാമത്തെ സഹായിക്കുന്നു എന്നുള്ളത് വളരെ നല്ല ചോദ്യമാണ്. ഇപ്പോ മനുഷ്യന്റെ ജനിതകത്തിൽ അറിഞ്ഞ ഭാഗങ്ങളെ വെച്ചുകൊണ്ട് തന്നെ ഇത്തരം പഠനങ്ങൾ വളരെ ശക്തമായി, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, തുമ്പച്ചെടിയെ കണ്ടുകൊണ്ട് തുമ്പച്ചെടിയുടെ ജനിതകം പഠിച്ചു കഴിഞ്ഞാൽ ഈ തുമ്പച്ചെടി ഭൂമുഖത്തിന്റെ ഏത് ഭാഗത്തിൽ നിന്ന് എത്ര ആയിരക്കണക്കിന് വർഷം മുമ്പാണ് ഇവിടെ എത്തപ്പെട്ടത് എന്ന് പറയാൻ കഴിയുന്നത്. അത് പരിണാമത്തിന്റെ ഒരു ഭംഗിയാണ്, ശാസ്ത്രത്തിന്റെ ഒരു ഭംഗിയാണ്. ജനിതക പഠനങ്ങളിൽ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ടെന്ന് പറയുന്നത് നമുക്കൊരുപാട് സാധ്യതകൾ തുറന്നു തരുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് അതിനെ അങ്ങനെ വേറൊരു കാര്യം, ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളെ നമ്മളെല്ലാവരും അംഗീകരിക്കും. പക്ഷെ ഇവിടെ ചോദ്യം, ശാസ്ത്രം മുന്നോട്ടൊരു യുക്തി വെക്കുന്നുണ്ട്. ശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന യുക്തി അത് സ്വീകരിക്കാൻ തയ്യാറുണ്ടെന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് എന്താ പറയാ, മതങ്ങൾ അറച്ചു നിൽക്കുന്നത്. നിങ്ങൾ ചോദ്യം ചെയ്യലുകളെ ഏതുവരെ നിങ്ങൾ അനുവദിക്കും? ആവർത്തിച്ച് തെറ്റെന്ന് തെളിയിക്കപ്പെട്ട മതങ്ങളും കൊണ്ട് നടക്കുന്നില്ല. പരിണമിച്ചു വന്ന ബോധത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് പല ദൈവങ്ങളെ കുറിച്ചുള്ള സങ്കല്പം പോലും ഈ ഭൂമുഖത്തില്ല.
പരിഷ്കരിക്കപ്പെട്ടതിന്റെ ഒരു അടയാളമാണ്. എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നൊരു അമ്പലത്തില്, അവിടെ ഞാൻ ചെറുതായിരുന്ന ആളുകൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ഏതാണ് ദൈവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ ആൾക്കാർക്കൊന്നും അറിയില്ല. അവർ പലരും പല പേരുകളാണ് പറയാം. ഇങ്ങനെ പല ദൈവസങ്കല്പങ്ങളും കാലയവനികയിൽ പെട്ടുപോയിട്ടുണ്ട്. ഗ്രീസില് വിശ്വസിക്കപ്പെട്ടിരുന്ന പല ദൈവങ്ങളുണ്ട്. ഓരോന്നിനും ഓരോ ദൈവങ്ങൾ എന്ന് പറഞ്ഞ രീതിയിൽ അവിടെ അന്നത്തെ സംസ്കാരങ്ങളിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് ഇല്ലാതായി പോയിട്ടുണ്ട്. ഇന്ന് അവിടുത്തെ ആൾക്കാരോട് പറഞ്ഞാൽ അവർ ചിരിക്കും. അങ്ങനെ ഒരു ദൈവസങ്കല്പം ഉണ്ടായിരുന്നു എന്ന് അവർ ചിരിക്കും. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇത് യുക്തിയുടെ ഭാഗത്തു നിന്ന് മാത്രമേ ആ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയൂ. അത് എന്നിട്ട് പരീക്ഷണങ്ങൾ നടത്തുക. അതിന് പരീക്ഷ നടത്താൻ പറ്റുന്ന രൂപത്തിലാണോ? ഇതുണ്ടോ അതില്ലയോ? അതിനൊരു പരീക്ഷ നടത്താൻ പറ്റുമോ? പരീക്ഷ നടത്താൻ പറ്റുമെങ്കിൽ അത് ശാസ്ത്രമാണ്, അതല്ലെങ്കിൽ ശാസ്ത്രത്തിന് പുറത്തുള്ള കാര്യമാണ്. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. പല ചോദ്യങ്ങൾക്കും ഈ പറയുന്ന പോലെ എനിക്ക് ക്രോഡീകരിച്ചുകൊണ്ട് ഈ ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് അങ്ങനെ ഓരോന്നിനും വരിക്ക് വരി ഉത്തരം പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. അത് ഒരുപക്ഷെ എൻ്റെ പരിചയക്കുറവ് കൊണ്ടാകാം. മാത്രമല്ല, ശാസ്ത്രത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ നോക്കി കാണുമ്പോൾ അവിടെ ഒറ്റ കാര്യം നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഒരു കാര്യത്തെ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറയുന്നതും ഒരു കാര്യം നിങ്ങൾ അനുഭവിക്കൂ എന്ന് പറയുന്നതും എന്താണ് വ്യത്യാസം? ഇത്രയേ ഉള്ളൂ ശാസ്ത്രവും വിശ്വാസവുമായിട്ടുള്ള ഈ ഒരു വ്യത്യാസം. ഈ വ്യത്യാസത്തെ മനുഷ്യർക്ക് വിട്ടുകൊടുക്കുക. ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യർക്ക് വിട്ടുകൊടുക്കുക. അവർ ഏത് വേണോ സ്വീകരിക്കട്ടെ. അവിടെ നിയന്ത്രണങ്ങളും കൂച്ചുവിലങ്ങളും ഇതിനൊന്നും ആവശ്യമില്ല. അവസാനിപ്പിക്കുന്ന നേരത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ ഇത്രയും സമയം ഈ ഒരു വിഷയത്തിന് വേണ്ടി ഇവിടെ ചിലവാക്കി. നമ്മളെല്ലാം വളരെ സന്തോഷിച്ച് കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിരുന്നു കൊണ്ടാണോ ഇത് ചെയ്യുന്നതെന്ന് പരിശോധിച്ച് നോക്കുക. ഈ കേരളത്തിന്റെ അവസ്ഥ, ഈ ഇന്ത്യയുടെ അവസ്ഥ, ലോകത്തിന്റെ അവസ്ഥ, ശാസ്ത്രത്തിന് തഴച്ചു വളരാൻ പറ്റുന്നൊരു അവസ്ഥയാണോ എന്നുള്ളത്. ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനം വാരിക്കൂട്ടിയിട്ടുള്ള അമേരിക്കയിൽ പോലും ഇന്ന് ചെപ്പടി വിദ്യക്കാരും അന്ധവിശ്വാസികളും പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കണോ വേണ്ടേ എന്നാണ് ഫെഡറൽ കോടതി പതിറ്റാണ്ടുകൾ ചർച്ച ചെയ്തത്. എന്നിട്ട് അവർ പറഞ്ഞു പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അവിടെ ക്രിയേറ്റിവിറ്റി തിയറി എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഇന്റലിജൻസ് ക്രിയേഷൻ. അവിടുത്തെ ഈ പറയുന്ന മതവിശ്വാസികളുമായിട്ടുള്ള ഒരു തർക്കം. കോടതി പറഞ്ഞു അത് പഠിപ്പിക്കും, രണ്ടും പഠിപ്പിക്കും. എയും ബിയും ഉണ്ടെങ്കിൽ രണ്ടും പഠിപ്പിക്കൂ, ജനത്തിന് ഇഷ്ടമുള്ളത് എടുക്കട്ടെ. അതാണ് സ്വതന്ത്ര ചിന്ത. സ്വതന്ത്ര ചിന്തയ്ക്ക് ഏത് പദ്ധതിയാണ് അനുവാദം കൊടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ അനുവാദം കൊടുക്കുന്ന ഒരു സമൂഹത്തിൽ അവശേഷിക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടുതരാണ്. കൂടുതലൊന്നും വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചിന്ത നിങ്ങളിരിക്കട്ടെ. തൽക്കാലം ഞാൻ വിടവാണ്. ശ്രദ്ധിക്കുക, തമ്പി സാർക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഇനി നമുക്ക് ഈ സംവാദത്തിന് വേണ്ടി അനുവദിക്കാൻ സാധിക്കുള്ളൂ. സാറ് പറഞ്ഞതിൽ എൻ്റെ വിയോജിപ്പുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. അതിനുശേഷം അവസാനത്തെ ചോദ്യമായി പരിഗണിക്കാവും. ജീവൻ ആവിർഭവിച്ചു എന്ന് പരിണാമ സിദ്ധാന്തം പറയുന്ന കാലഘട്ടത്തിൽ ഭൂമിയിൽ നിലനിന്നിരുന്ന അന്തരീക്ഷം, ആ അന്തരീക്ഷം ലബോറട്ടറികളിൽ പുനരുൽപ്പാദിപ്പിക്കുകയും അചേതന വസ്തുക്കളിൽ നിന്ന് ജീവനുള്ള വസ്തുക്കൾ ഉണ്ടാകും എന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് പറഞ്ഞത്. ഞാൻ ആവർത്തിക്കുന്നു, എവിടെയാണ് അത് തെളിയിച്ചത്? ആരാണ് തെളിയിച്ചത്? എങ്ങനെയാണ് തെളിയിച്ചത്? എന്തായിരുന്നു ആ പരീക്ഷണത്തിന്റെ ഫലം? അത് വ്യക്തമാക്കണമെന്ന് ഒരിക്കൽ കൂടി വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഇതുപോലുള്ളൊരു സംവാദത്തിൽ വെറുതെ വർത്തമാനങ്ങൾ പറഞ്ഞു പോകുന്നതിന് പകരം കുറെ കൂടി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനും എല്ലാം സൗകര്യമായിരിക്കും. ഞാൻ ചെറിയൊരു കാര്യം മാത്രം പറയാം. ഇപ്പോ നേരത്തെ ഞാൻ ഡോക്ടർ MP പരമേശ്വരന്റെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന പുസ്തകത്തിൽ ഹർഗോവിന്ദ് ഖുറാനയ്ക്ക് നോബൽ സമ്മാനം കിട്ടിയത് അചേതന വസ്തുക്കളിൽ നിന്ന് ജീവനുള്ള വസ്തുക്കൾ ഉണ്ടാക്കിയതിനാണ് എന്ന പരാമർശം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 1986 വരെ. 1989 പുസ്തകത്തിന്റെ 8ാമത്തെ റീപ്രിന്റ് വരുന്നത്. ആ പുസ്തകത്തിൽ MP പരമേശ്വരൻ സാർ പറയുന്നത് DNA ഭാഗമായ ജീനിന്റെ ഒരു ഭാഗം സംശ്ലേഷിപ്പിക്കുവാൻ പരീക്ഷണ നാളിയിൽ ഹർഗോവിന്ദ് ഖുറാനക്ക് കഴിഞ്ഞു. അതിനാണ് നോബൽ സമ്മാനം കിട്ടിയത്. ജീവൻ അചേതന വസ്തുക്കളിൽ നിന്ന് സൃഷ്ടിക്കാം പരീക്ഷണ നാളിയിൽ, അത് സൃഷ്ടിക്കപ്പെട്ടേക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാമെന്നാണ് 1989 പുസ്തകത്തിലുള്ളത്. എന്ന് പറഞ്ഞാൽ 1989 വരെ ഡോക്ടർ MP പരമേശ്വരൻ സാർ പുസ്തകം എഴുതുന്നത് വരെ അചേതന വസ്തുക്കളിൽ നിന്ന് ജീവൻ സൃഷ്ടിക്കപ്പെടാം എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിനാവശ്യമായൊരു പരീക്ഷണവും തിരഞ്ഞിട്ട് പരമേശ്വരൻ സാർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്ന പരീക്ഷണം പോലും അതായിരുന്നില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അത് വെട്ടിക്കളയുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അതിനുശേഷം ഏത് പരീക്ഷണമാണ് ഇങ്ങനെ തെളിയിച്ചത് എന്ന് വ്യക്തമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ
അടുത്ത കാര്യം, ഇവിടെ ജീവൻ ഉണ്ടാക്കാൻ കഴിയാത്തത് ശാസ്ത്രത്തിന്റെ പരിമിതിയായിരിക്കാം. യഥാർത്ഥത്തിൽ അതായിരുന്നില്ല എന്റെ ചോദ്യത്തിന്റെ മർമ്മം. ഇവിടെ തുടക്കം മുതൽ പറഞ്ഞു, പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട വസ്തുതകളാണ് ശാസ്ത്രം. പരിണാമ സിദ്ധാന്തം ആരംഭിക്കുന്നത് അചേതന വസ്തുക്കളിൽ നിന്ന് ഭൂമിയിൽ ജീവൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് എങ്ങനെയാണ് ശാസ്ത്രമാകുന്നത് ആ സിദ്ധാന്തം? അതിന്റെ തെളിവെന്താണ്? അതെവിടെ വെച്ചാണ് തെളിയിക്കപ്പെട്ടത് എന്നതായിരുന്നു എന്റെ ചോദ്യം. ആ ചോദ്യത്തെയാണ് അഭിമുഖീകരിക്കേണ്ടത്. വളരെ പ്രശസ്തനായ ഭൗതികവാദിയായ ഒരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഫ്രെഡ് ഹോയിൽ എന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുണ്ട് ചന്ദ്രവിക്രമ സിൻഹ. ഇവർ രണ്ടുപേരും കൂടി അവതരിപ്പിച്ച ഒരു സിദ്ധാന്തമുണ്ട്. ആ സിദ്ധാന്തത്തിന്റെ പേര് പാൻസ്പെർമിയ എന്നാണ്. പാൻസ്പെർമിയ എന്ന് പറയുന്ന സിദ്ധാന്തം പറയുന്നത് എന്താണെന്നല്ലേ, ഭൂമിയിൽ വെച്ചല്ല ജീവൻ ഉണ്ടായത്, അത് ഏതോ ഖഗോള വസ്തുക്കളിൽ വെച്ച് പ്രപഞ്ചത്തിന്റെ മറ്റേതോ ഭാഗത്ത് വെച്ച് ജീവൻ ഉണ്ടാവുകയും അത് ചില ഉൽക്കാ നിബന്ധനകളിലൂടെ ഭൂമിയിൽ എത്തിച്ചേരുകയും അങ്ങനെ ഭൂമിയിൽ ജീവിവർഗങ്ങൾ വളരുകയുമാണ് ചെയ്തത് എന്നാണ് പാൻസ്പെർമിയ എന്ന സിദ്ധാന്തം സിദ്ധാന്തിക്കുന്നത്. പാൻസ്പെർമിയ ഇന്ന് ശാസ്ത്ര ലോകത്ത് വലിയ സ്വീകാര്യത കിട്ടിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. സാറ് പറഞ്ഞതുപോലെ വളരെ കൃത്യമായി ഭൂമിയിൽ അചേതന വസ്തുക്കളിൽ നിന്ന് ജീവനുള്ള വസ്തുക്കൾ സൃഷ്ടിക്കപ്പെടും എന്ന് പരീക്ഷണ നാളിയിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരം ഒരു സിദ്ധാന്തം ശാസ്ത്ര ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടതും അത് സ്വീകരിക്കപ്പെട്ടതും അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടതും എന്ന് വ്യക്തമാക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി അപേക്ഷിക്കുകയാണ്. അതേപോലെ ഇദ്ദേഹം പറഞ്ഞു, ശാസ്ത്രം നൽകുന്ന യുക്തിബോധത്തെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? തീർച്ചയായും സന്നദ്ധമാണ്. ശാസ്ത്രം നൽകുന്ന യുക്തിബോധത്തെ, ശാസ്ത്രത്തിന്റെ പരീക്ഷണ മാർഗങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. എവിടെ? ശാസ്ത്രീയമായ ജ്ഞാനം നേടാൻ, ശാസ്ത്രീയമായ അറിവ് നേടാൻ, പദാർത്ഥത്തെക്കുറിച്ച് പഠിക്കാൻ, പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ ശാസ്ത്രത്തെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ശാസ്ത്രീയമായ മാർഗങ്ങൾ മാത്രമാണ് സ്വീകരിക്കേണ്ടത്. എന്നാൽ അറിവിന്റെ മാർഗം ശാസ്ത്രം മാത്രമല്ല. ശാസ്ത്രത്തിന് അപഗ്രഥിക്കുവാൻ കഴിയാത്ത മേഖലകളുണ്ട്. ആ മേഖലകളെ കുറിച്ചുള്ള അറിവ് സ്വീകരിക്കേണ്ടത് ശാസ്ത്രത്തിൽ നിന്നല്ല. സാറ് തന്നെ പറഞ്ഞതുപോലെ ശാസ്ത്രത്തിന് അറിവ് നൽകാൻ കഴിയില്ല. അതിനാണ് വെളിപാടുകൾ ആശ്രയിക്കേണ്ടി വരുന്നത്. രണ്ടും മനുഷ്യന് ആവശ്യമാണ്. രണ്ടും രണ്ട് മേഖലകളിലുള്ള അറിവാണ്. ഒരു മേഖലയിൽ നിന്നുള്ള അറിവ് മാത്രം മതി എന്ന് നിശ്ചയിക്കുന്നത് എന്ത് ബുദ്ധിയാണ് എന്ന് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിലും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തകർ അറിവ് സ്വീകരിക്കുന്നത് ശാസ്ത്രത്തിൽ നിന്ന് മാത്രമാണോ? ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം ശാസ്ത്രമാണോ? ചരിത്രപരമായ ഭൗതികവാദം ശാസ്ത്രമാണോ? മാർക്സിന്റെ സാമ്പത്തിക സിദ്ധാന്തം ശാസ്ത്രമാണോ? അല്ലല്ലോ. അവയൊക്കെ സാമൂഹ്യ ശാസ്ത്രപരമായ സിദ്ധാന്തങ്ങളാണ്. അപ്പോൾ ഭൗതിക ശാസ്ത്രത്തിന്റെയും ജീവശാസ്ത്രത്തിന്റെയും മാർഗങ്ങളിലൂടെ അല്ലാതെയും അറിവുകൾ ശേഖരിക്കുവാൻ ഭൗതികവാദികൾ അടക്കം സന്നദ്ധമാകുന്നുണ്ട്. ഇവിടെ മതത്തിന്റെ ഏരിയയിൽ മതം എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ഞാൻ കൃത്യമായി വിശദീകരിച്ചു. അതിനോട് പ്രതികരിക്കാൻ സന്നദ്ധമാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ദർശനം ഏതാണോ ആ ദർശനത്തിന്റെ കൂടെ നിങ്ങൾ നിൽക്കുക. നമ്മൾ സ്വതന്ത്രമായി ചിന്തിക്കുക. ചിന്തയെക്കുറിച്ച് കൂടി ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കുക മാത്രം ചെയ്യരുത്. എന്താണ് നമ്മുടെ ചിന്ത എന്ന് കൂടി ചിന്തിക്കണം. അപ്പോൾ എന്തിനെ കുറിച്ചെല്ലാം നമുക്ക് ചിന്തിക്കാൻ കഴിയും എന്നുകൂടി നമുക്ക് മനസ്സിലാകും. തലച്ചോറ് ഉപയോഗിക്കുക. തലച്ചോറിനെ കുറിച്ച് പഠിക്കുവാനും തലച്ചോറ് ഉപയോഗിക്കുക. അപ്പോൾ മനസ്സിലാകും തലച്ചോറ് ഉപയോഗിച്ച് പദാർത്ഥത്തെ പഠിക്കാൻ കഴിയും, നന്മ തിന്മകളെ പഠിപ്പിക്കാൻ കഴിയില്ല. അവിടെ പദാർത്ഥത്തെ പഠിക്കാൻ സ്വതന്ത്ര ചിന്ത തലച്ചോറ് നമ്മൾ ഉപയോഗിക്കുക. അതേസമയം ധർമാധർമ്മങ്ങളെ വിവച്ഛേദിക്കുവാൻ ദൈവികമായ വെളിപാടുകളെ ആശ്രയിക്കുക. ഒരു കാര്യം കൂടി പറയട്ടെ. സ്വതന്ത്ര ചിന്തയ്ക്ക് വേണ്ടി മാർക്സിയൻ ഭൗതികവാദത്തിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് ഒരാൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നു എന്നത് വളരെ സന്തോഷകരമായ കാഴ്ചയാണ്. ജനങ്ങളുടെ വായ മൂടിക്കെട്ടുകയും ഉരുക്കുമുഷ്ടി കൊണ്ട് അവരെ അടിച്ചമർത്തുകയും 10,000 കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കുകയും തങ്ങളുടെ ആദർശത്തിൽ വിശ്വസിക്കാത്തതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയും സമഗ്രാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ദൃഷ്ടാന്തമായി മാറുകയും ചെയ്ത കമ്മ്യൂണിസത്തിന്റെ ഭൂമികയിൽ സ്വതന്ത്ര ചിന്തയുടെ ചെടികൾ കിളിർത്തു വരുന്നുണ്ടെങ്കിൽ ആകട്ടെ എന്ന് ആശംസിക്കാം. അത് ലോകത്തിന് നന്മ മാത്രമേ വരുത്തൂ. എൻ്റെ പേര് ബിപിൻ, ഗവൺമെന്റ് സർവീസിലാണ്. സംശയം ചോദിക്കാനുള്ളത് മുസ്തഫ തൻവീറിനോടാണ്. ഈ ഒരു സംശയം ഡോക്ടർ ഹരികുമാരൻ തമ്പി ചോദിക്കാതിരുന്ന ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ ഒരു വിധേയത്വം കൊണ്ടായിരിക്കും ഒരു യജമാനന്മാരോടുള്ള എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം. മുസ്തഫ തൻവീർ ഇവിടെ ഊന്നി പറഞ്ഞത് ധാർമ്മികതയെ കുറിച്ചാണ്. ഈ ധാർമ്മികത ഭൗതികവാദികൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് സ്റ്റാലിൻ 3 കോടി ആൾക്കാരെ സ്റ്റാലിൻ കൊന്നു, പോൾപോട്ട് 1/2 കോടി ആൾക്കാരെ കൊന്നു, ലക്ഷങ്ങളെ മാവോയിസ്റ്റുകൾ കൊന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, മുസ്തഫ തൻവീറിന്റെ അതേ പുസ്തകം ഖുർആൻ, അതേ പ്രവാചകൻ മുഹമ്മദ്, അതേ ദൈവം അല്ലാഹു, ഈ പേര് പറഞ്ഞ് ഇന്നും അത് അൽഖ്വയ്ദ ആകട്ടെ, ബോക്കോ ഹറാം ആകട്ടെ, ഇസ്ലാമിക് സ്റ്റേറ്റ് ആകട്ടെ, എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും ബോംബ് പൊട്ടാത്ത
ഏത് രാജ്യമുണ്ട്? ബോംബ് പൊട്ടാത്ത ഏത് ദിവസമുണ്ട്? നമ്മള് മാതൃഭൂമി പത്രം സാധാരണ ആൾക്കാർ വായിക്കുന്ന അതിന്റെ അവസാനത്തെ പേജിൽ എന്ന് നോക്കിയാലാണ് ഇതേ പുസ്തകത്തിന്റെ, ഇതേ ധാർമ്മികതയുടെ പുസ്തകത്തിന്റെ, ഈ ആശയത്തിന്റെ പേരിൽ ഈ തരത്തിലുള്ള ഇതാണോ നിങ്ങളുടെ ധാർമ്മികത? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് ധാർമ്മികതയാണോ? പേര് ബിബിൻ, ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. നാട് ഇവിടെ തന്നെ, മന്ദിരാങ്കാവ് തന്നെ, ഇവിടെ അടുത്ത് തന്നെ. ബഹുമാനനായ സുഹൃത്ത് ബിബിനോട് പ്രത്യേകമായി നന്ദി പറയുകയാണ്. കാരണം ഈ സംവാദത്തിന്റെ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയാതിരുന്ന ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം നമ്മുടെ ചർച്ചയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. മാത്രമല്ല അത്ര ആർജവത്തോടുകൂടി ചോദ്യം ചോദിച്ചതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയുമാണ്. പിന്നെ കേവല ഭൗതികവാദികളും മാർക്സിയൻ ഭൗതികവാദികളും തമ്മിലുള്ള സംഘർഷമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കണ്ടത്. എന്തായിരുന്നാലും ഇവിടെ ചോദിക്കപ്പെട്ടത് പിന്നെ ഖുർആനിന്റെയും മുഹമ്മദ് നബിയുടെയും എല്ലാം ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കുന്ന നിങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മുസ്ലിം നാടുകളിൽ ഉണ്ടാകുന്ന ഭീകരവാദ പ്രവണതകളെക്കുറിച്ചും ബോംബ് സ്ഫോടനങ്ങളെക്കുറിച്ചും എന്തുകൊണ്ടാണ് പറയാത്തതെന്നാണ്. ഞാൻ പറഞ്ഞ സമയത്ത് മുഹമ്മദ് നബി എന്തോ അഫ്ഗാനിസ്ഥാനിലിപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം പിന്നെ അദ്ദേഹമാണ് ഈ ഭീകരവാദത്തിന്റെയും ബോംബ് സ്ഫോടനങ്ങളുടെയും എല്ലാം സൂത്രധാരൻ എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ബിൻലാദൻ യഥാർത്ഥത്തിൽ ബിൻലാദൻ അല്ല ഇതൊന്നും ചെയ്തത്, മറിച്ച് മുഹമ്മദ് നബിയാണ് എന്നാരൊക്കെയോ വിചാരിച്ചിട്ടുണ്ടോ എന്ന് പോലും ഞാൻ വിചാരിച്ചു പോയി. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ചരിത്രവൽക്കരണത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. മുഹമ്മദ് നബിയുടെ പേരിൽ ആളുകളെ കൊല്ലുന്നുണ്ടോ? ഉണ്ട്. ഖുർആനിന്റെ പേരിൽ നിരപരാധികൾ വധിക്കപ്പെടുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ അത് ഖുർആൻ പഠിപ്പിച്ചത് കൊണ്ടാണോ മുഹമ്മദ് നബി പഠിപ്പിച്ചത് കൊണ്ടാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അങ്ങനെ പരിശോധിക്കപ്പെടുന്നതിന് പകരം നമ്മൾ മാതൃഭൂമി പത്രത്തിന്റെ ലാസ്റ്റ് പേജ് വായിച്ച് അതെല്ലാം ശരിയായിരിക്കും എന്ന് വിചാരിക്കുന്നത് സ്വതന്ത്ര ചിന്തയാണോ? തീർച്ചയായും അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ചരിത്രവൽക്കരണം, ഹിസ്റ്റോറിസൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ നമ്മുടെ തലച്ചോറിൽ നടക്കേണ്ടത് ഇവിടെയാണ്. നമ്മൾ മുഹമ്മദ് നബിയുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുക, വായിക്കുക. നിരപരാധികളായ മനുഷ്യരെ കൊല്ലുന്നതിനെ കുറിച്ച്, നിയമവാഴ്ച നിലനിൽക്കുന്ന നാട്ടിൽ സ്വന്തമായ ആയുധങ്ങൾ കയ്യിലെടുക്കുന്നതിനെ കുറിച്ച്, ഗറില്ല സംഘങ്ങൾ രൂപീകരിക്കുന്നതിനെ കുറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത്തരം മാർഗങ്ങളെല്ലാം അദ്ദേഹം കൃത്യമായി നിരോധിച്ചിട്ടുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ വചനമോദി പഠിപ്പിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു നിരപരാധിയുടെ രക്തം ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും രക്തത്തിന് തുല്യമാണ്. ഞാൻ ആവർത്തിക്കുന്നു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. ഒരു നിരപരാധിയെ ആരെങ്കിലും വധിച്ചാൽ ലോകത്തിലെ മുഴുവൻ നിരപരാധികളെയും വധിച്ചതിന് തുല്യമായ കുറ്റകൃത്യമാണ് അവൻ ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു നിരപരാധിയുടെ ജീവൻ ആരെങ്കിലും രക്ഷിച്ചാൽ അവൻ ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യമായ സൽപ്രവർത്തനമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഖുർആൻ എവിടെയെങ്കിലും പൗരന്മാരോട് ആയുധം കയ്യിലെടുക്കാൻ പറയുന്നുണ്ടോ? ഗറില്ല പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നുണ്ടോ? നിയമവാഴ്ചയെ അട്ടിമറിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ? ഭരണകൂടങ്ങൾക്കെതിരെ കലാപം നടത്താൻ പ്രേരിപ്പിക്കുന്നുണ്ടോ? ഇല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം ജീവിച്ചിട്ട് ഏതെങ്കിലും ഒരു നിരപരാധിയെ കൊന്നതായി, ഏതെങ്കിലും നിയമവാഴ്ച നിലനിൽക്കുന്ന നാട്ടിൽ ആയുധം കയ്യിലെടുത്തതായി, ഗറില്ല കലാപങ്ങൾ ഉണ്ടാക്കിയതായി എന്തെങ്കിലും തെളിവുണ്ടോ? ഒരു തെളിവില്ല. പിന്നെ ഇത് എവിടുന്ന് വന്നു? മുഹമ്മദ് നബിയുടെ പേരില്ലാന്ന് പറയുന്നു, ഖുർആനിന്റെ പേരില്ലാന്ന് പറയുന്നു. ഖുർആനിൽ ഇത് കാണാനില്ല, മുഹമ്മദ് നബിയുടെ ജീവിതത്തിലും ഇത് കാണാനില്ല. എവിടെ നിന്ന് വന്നു? അപ്പോൾ നമ്മൾ ചരിത്രവൽക്കരിക്കണം. മുസ്ലിം സമൂഹം ചരിത്രത്തിന്റെ ദശാസന്ധികളിലൂടെ കടന്നുപോയി. അങ്ങനെ ആധുനിക യുഗത്തിലെത്തിയപ്പോ മുസ്ലിം രാഷ്ട്രങ്ങളിൽ എണ്ണ കണ്ടുപിടിക്കപ്പെട്ടു. എണ്ണ സാമ്രാജ്യത്വ കഴുകന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അവിടെ ആ എണ്ണ സാമ്രാജ്യത്വത്തിന് ആവശ്യമുണ്ടായിരുന്നു. മുസ്ലിം നാടുകളിലേക്ക് അധിനിവേശങ്ങൾ സംഘടിപ്പിക്കേണ്ടിയിരുന്നു. വ്യത്യസ്ത മുസ്ലിം നാടുകളിലേക്ക് അധിനിവേശങ്ങൾ ഉണ്ടായി. ആ അധിനിവേശങ്ങൾ മുസ്ലിം ചെറുപ്പക്കാരിൽ അരക്ഷിതാവസ്ഥ പടർത്തി. അവിടെ എങ്ങനെയാണ് ഈ അരക്ഷിതാവസ്ഥ പരിഹരിക്കേണ്ടത് എന്ന ചർച്ച മുസ്ലിം ബുദ്ധിജീവികൾക്കിടയിൽ സജീവമായി. അവരുടെ കൂട്ടത്തിൽ മുസ്ലിം പണ്ഡിതന്മാരുണ്ടായിരുന്നു. ആ മുസ്ലിം പണ്ഡിതന്മാർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുസ്ലിം സമുദായത്തോട് പറഞ്ഞു, നിയമപരമായ മാർഗങ്ങളിലൂടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. നിയമപരമായ മാർഗങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. നിരപരാധികളുടെ രക്തം ചിന്തിക്കൊണ്ടുള്ള കലാപ പ്രവർത്തനങ്ങൾ ഖുർആനിന്റെയോ പരിശുദ്ധ ഖുർആനിന്റെയോ മാർഗമല്ല. എന്നാൽ ആ മുസ്ലിം പണ്ഡിതന്മാരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇത്തരം മുസ്ലിം സമുദായങ്ങളിലേക്ക് ചില ബുദ്ധിജീവികൾ കടന്നു വന്നു. അവരുടെ തലച്ചോറിൽ ഇസ്ലാം ആയിരുന്നില്ല, നക്സലിസമായിരുന്നു. നക്സലിസത്തിന്റെ ആശയങ്ങളായിരുന്നു, കലാപത്തിന്റെ ബീജങ്ങളായിരുന്നു. അവർ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരോട് പറഞ്ഞു, ഇവർ പലതും പറയും, 1400 വർഷം മുമ്പുള്ള ഖുർആന്റെ വചനങ്ങൾ ഉദ്ധരിക്കും, റസൂലുള്ളാഹിന്റെ മാതൃകയെ കുറിച്ച് പറയും, നിങ്ങളുടെ ഉമ്മ പങ്കന്മാരാണ് ബലാത്സംഗം ചെയ്യപ്പെടുന്നത്, വിപ്ലവത്തിന്റെ മാർഗമാണ് നമുക്ക് കരടീയം, യഥാർത്ഥത്തിൽ ആ വിപ്ലവത്തിന്റെ മാർഗത്തിലേക്ക് നമ്മൾ പോകണം എന്നവർ പഠിപ്പിച്ചു. നക്സലിസം
ഇസ്ലാമിന്റെ പേരിൽ അവതരിപ്പിച്ചു. അവിടെ അവർ ജിഹാദ് എന്ന പദത്തെ ഉപയോഗിച്ചു, ഖുർആനിന് ഉപയോഗിച്ചു, പ്രവാചകൻ ഉപയോഗിച്ചു. മുസ്ലിം സമുദായത്തിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടി ഇസ്ലാമികമായ ഒരു പദാവലിയെ നക്സലിസത്തിന്റെ കണ്ടന്റ് ഉപയോഗിച്ച് മുസ്ലിം സമുദായത്തിൽ വിതരണം ചെയ്തു. ചില ആളുകളെല്ലാം അത് സ്വീകരിച്ചു. അവർക്കിടയിൽ ഭീകര സംഘങ്ങൾ ഉണ്ടായി. ആ ഭീകര സംഘങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അശാന്തി പടർത്തി എന്നതാണ് സത്യം. ഞാൻ പറയുന്നത് ഭീകര സംഘങ്ങളുടെ ആശയപരമായ സ്രോതസ്സിനെ കുറിച്ചാണ്. സാമ്പത്തികമായ സ്രോതസ് സാമ്രാജ്യത്വമായിരുന്നു, സാമ്രാജ്യത്വം തന്നെയായിരുന്നു. അമേരിക്കയാണ് അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദികളെ വെള്ളവും വളവും കൊടുത്ത് വളർത്തിയത് എന്ന് ചരിത്രപരമായ മുഴുവൻ അപഗ്രഥനങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഉസാമ ബിൻ ലാദൻ ലോകത്തിൽ ആരുടെയെങ്കിലും വളർത്തുപുത്രനാണെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ല, മറിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റേതാണ് എന്നതൊരു സത്യം. കാരണം അമേരിക്ക അന്നത്തെ അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി വളരെ ബോധപൂർവം ആയുധങ്ങളും സമ്പത്തും നൽകി വളർത്തിക്കൊണ്ടുവന്ന ഒരാളാണത്. ഞാൻ പറയുന്നത് ആധുനിക കാലഘട്ടത്തിൽ ഭൗതികവാദ ദർശനങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട് ചില മുസ്ലിം ചെറുപ്പക്കാർ പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും അകന്നു പോയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഭീകര പ്രവർത്തനങ്ങൾ ഉണ്ടായത്. ആ ഭീകര പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യം. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള പഠനങ്ങൾ സജീവമായപ്പോൾ ഇസ്ലാമിക് ടെററിസം, ഇസ്ലാം ഭീകരവാദമാണ് എന്ന മുദ്രാവാക്യം ലോകത്ത് മുഴങ്ങി. ആ മുദ്രാവാക്യത്തിന് സാധൂകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഭീകരവാദത്തിന്റെ നേർപ്പതിപ്പുകളെ സമുദായത്തിൽ നിന്ന് സൃഷ്ടിക്കുവാൻ സാമ്രാജ്യത്വം കരുക്കൾ നീക്കി. അങ്ങനെ ഇത്തരം നക്സൽ ആശയങ്ങൾ സമുദായത്തിൽ വിതരണം ചെയ്യപ്പെടുകയും സാമ്രാജ്യത്തിന്റെ തന്നെ ഫണ്ടിങ്ങോടുകൂടി അവ ഗ്രൂപ്പുകളായി വളർന്നു വരികയും ചെയ്തു. ഏറ്റവും അവസാനം നമ്മൾ കാണുന്ന ISIS ആയാലും ബോക്കോ ഹറാം ആയാലും ഇവയുടെയെല്ലാം പ്രത്യയശാസ്ത്രങ്ങൾ യഥാർത്ഥത്തിൽ മതത്തിൽ നിന്ന് നിർദ്ധരിക്കപ്പെട്ടതല്ല, മറിച്ച് ആധുനിക രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് നിർദ്ധരിക്കപ്പെട്ടതാണ് എന്നതാണ് സത്യം. അതിനാൽ ഇത് ഖുർആനിന്റെ ധാർമ്മികതയുടെ പ്രശ്നമല്ല, പ്രവാചകൻ പഠിപ്പിച്ച ധാർമ്മികതയുടെ പ്രശ്നമല്ല, മറിച്ച് ഖുർആനും പ്രവാചകനും പഠിപ്പിച്ച ധാർമ്മികതയെ അവഗണിച്ച് ആധുനിക ഭൗതിക രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെ പിറകെ പോയപ്പോൾ ഉണ്ടായ പ്രശ്നമാണ് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇവിടെ ഉന്നയിക്കപ്പെട്ട ഒരു കാര്യം, ഞാനത് പരീക്ഷണം നടത്തി ജീവൻ സൃഷ്ടിച്ചു എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ജീവന് ആധാരമായ തന്മാത്രകൾ സൃഷ്ടിക്കപ്പെടുന്ന പരീക്ഷണം നടത്തിയിട്ടുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. ആ ശാസ്ത്രജ്ഞന്റെ പേര് ജെയിംസ് മുള്ളർ എന്നാണ് ഞാൻ ഓർക്കുന്നത്. AJ ഒപ്പേറിൻ എന്നുള്ള മറ്റൊരു പേരുമുണ്ട്. ഇത് രണ്ടിൽ ഏതാന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. മുള്ളർ, യെസ്, ജെയിംസ് മുള്ളർ അല്ലേ? ആ, ജെയിംസ് മുള്ളറുടെ ഞാൻ പണ്ട് ഹയർ സെക്കൻഡറി കാലത്ത് പഠിച്ചിട്ടുള്ള ഒരു പരീക്ഷണമാണ്. അത് ഇങ്ങനൊരു സംവാദത്തിൽ അത് ഓർത്തെടുക്കണം എന്നൊരു തോന്നലുണ്ടല്ലോ. എനിക്ക് ഞാൻ നോക്കി വന്നേനെ. മുള്ളറുടെ പരീക്ഷണം വളരെ കൃത്യമായിട്ട് അതാണ് ശാസ്ത്രം ചെയ്യുക. എങ്ങനെയാണ് ഒരു ആദിമ പ്രപഞ്ചത്തിന്റെ ഒരു അന്തരീക്ഷത്തെ, ഭൂമിയുടെ അന്തരീക്ഷത്തെ പുനഃസൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കിട്ടിയ തെളിവുകളാണ്. അത്തരം ഒരു അന്തരീക്ഷത്തിൽ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പരിണാമത്തിൽ ആദ്യം പറയുന്ന ഒരു ഏകകോശം അങ്ങനെ ജലത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത, അതിനുശേഷം നടന്നിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ, ഈ പറയപ്പെടുന്ന കോശത്തിന്റെ ആവരണം എന്ന് പറയുന്ന സെൽ മെംബ്രെയിൻ, അതിന്റെ പ്രത്യേകതകൾ, ഇതൊക്കെ ഭൗതിക ശാസ്ത്രം വെച്ചുകൊണ്ടും അതുപോലെ കെമിസ്ട്രി വെച്ചുകൊണ്ടും ഒക്കെ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് വിശകലനം ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് അതിൽ ബാക്കി കിട്ടിയിട്ടില്ല. ബാക്കി കിട്ടിയാൽ സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യം ഇവിടെ വളരെ പ്രശസ്തമാണ്. അപ്പോഴും എന്താ പറയുക, അതിന് അതായത് ഇതിനെ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഒരു ഓക്സിലറി ഹൈപ്പോത്തസിസുകൾ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ ബൈപ്പാസ് ചെയ്യാം. അന്നേരവും ഒരു വിശ്വാസിക്ക്, മതവിശ്വാസിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അപ്പൊ അതിനപ്പുറം എന്താണ്, ഇങ്ങനെ ചോദിച്ച് നിൽക്കലാണ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന അധ്വാനങ്ങളെയൊക്കെ തന്നെ വളരെ പുച്ഛമായി ചെറുതാക്കി കാണിക്കുക എന്ന് പറയുന്ന ഒരു യുക്തിരാഹിത്യം തന്നെയാണ് ഇന്ന് ലോകം കണ്ടിട്ടുള്ള എല്ലാ വിശ്വാസങ്ങളും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. എന്നാൽ രോഗം മാറാൻ, മറ്റു തരത്തിലുള്ള യാത്ര ചെയ്യാൻ, ഇതിനെല്ലാം അതാണ് ഞാൻ പറഞ്ഞത്, ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളെ, സാങ്കേതിക വിദ്യ ഒക്കെ മാറോട് ചേർത്ത് പിടിക്കുകയും ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന യുക്തിയെ, ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തത് ഈ യുക്തിയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്. ഈ യുക്തി അല്ലെങ്കിൽ ഇന്ന് ശാസ്ത്രം കാണുന്ന ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല. അതല്ലെങ്കിൽ രാമർപിള്ളയുടെ പെട്രോൾ പോലെയാവും. കാരണം അതിന് യുക്തിയില്ല, അതിലൊരു അടിസ്ഥാന സിദ്ധാന്തമില്ല. അപ്പൊ രാമർപിള്ളയുടെ പെട്രോൾ വിൽക്കുന്ന ഒരു ലോകത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര കാലം വിൽക്കും അല്ലേ? ഇങ്ങനെ ശാസ്ത്രത്തെ സ്വീകരിക്കുകയും ശാസ്ത്രയുക്തിയെ നിരാകരിക്കുകയും ചെയ്യുന്ന ഏതൊരു ആശയവും ശാസ്ത്രത്തിന്, സ്വതന്ത്ര ചിന്തയ്ക്ക് വിലങ്ങുതടിയാണ് എന്ന് ഇനിയും പറയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം എത്ര പറഞ്ഞാലും അതിനപ്പുറത്തും ഒരു കഥയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് ഒരു വ്യക്തിക്ക് സ്വയം തോന്നുകയാണ്, ഞാൻ മരിച്ചുപോയി. അദ്ദേഹം സ്ഥിരം പറയുന്നത്, എനിക്ക് ജീവനില്ല, എന്നെ കൊണ്ട് അടക്കം ചെയ്യൂ എന്നാ പറയുന്നത്.
അപ്പോൾ ഇദ്ദേഹത്തിന് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു, ഒരു രക്ഷയില്ല. അപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, എന്തെങ്കിലും ഡോക്ടറെങ്കിലും നിർദ്ദേശിക്കട്ടെ. അദ്ദേഹം ഒരു സർജൻ ആയിരുന്നു. അതുകൊണ്ട് ഈ രോഗിയെ കുറെ കൗൺസിലിംഗ് കൊടുത്തു നോക്കി, ഒരു രക്ഷയില്ല. മോർച്ചറി കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞ് മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി. മോർച്ചറിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ശവശരീരങ്ങളുണ്ട്. ഒരു ചെറിയ കത്തി എടുത്ത് ഒരു ശവശരീരത്തിന്റെ കയ്യിൽ ഒന്ന് വരഞ്ഞിട്ട് ഇദ്ദേഹത്തോട് നോക്കാൻ പറഞ്ഞു, എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. എന്നിട്ട് അതേ കത്തി കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ കയ്യിൽ ഒന്ന് വരച്ചിട്ട് ചോദിച്ചു, ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചോ? രക്തം വരുന്നുണ്ട്. അപ്പോ എന്താ മനസ്സിലായ? അത് പറഞ്ഞു, അത് മരിച്ചാലും രക്തം വരുമെന്നുള്ളത് മനസ്സിലായി. ഇത്തരത്തില് യുക്തി സഹിതമായ കാര്യങ്ങളെ ഇങ്ങനെ സമീപിക്കാൻ പോയാൽ ചോദ്യങ്ങൾ അതിനപ്പുറവും ഉണ്ടാകും. അതുകൊണ്ട് മനുഷ്യന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഈ സംവാദം കൊണ്ട് എന്താണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? മനുഷ്യന് ഗുണമുള്ള എന്തെങ്കിലുമാണോ? നമ്മുടെ കേരളത്തെ ഒന്ന് പരിശോധന നടത്തുക, ഇന്ത്യയെ ഒന്ന് പരിശോധിപ്പിക്കുക. 15,000 കോടി രൂപയുടെ ഇത്തരം അന്ധവിശ്വാസ കച്ചവടം നടക്കുന്ന ഒരു ഇന്ത്യയിൽ നിന്നിട്ടാണ് ശാസ്ത്രത്തിന്റെ യുക്തി, അതിന്റെ പരിമിതികളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അധ്വാനിക്കുന്ന പൈസയാണെന്നുള്ളത് ഓർക്കണം. എന്തിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്? ഇത് ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനം വാങ്ങിക്കുന്ന അമേരിക്കയിൽ പോയാലും നിങ്ങൾക്ക് ചെപ്പടി വിദ്യക്കാരെ അവിടെ കാണാം. അതുകൊണ്ട് ശാസ്ത്രം എന്നുള്ള സാധനത്തെ ശാസ്ത്രജ്ഞർ കൊണ്ടു നടക്കുന്നതാണെന്ന് ആരും കരുതരുത്. അത് ശാസ്ത്രത്തിന്റെ രീതി അറിയുന്നവർ കൊണ്ട് നടക്കുന്ന കാര്യമാണ്. അവർ പറയുന്ന കാര്യവും ശാസ്ത്രത്തിന്റെ രീതി അനുസരിച്ച് അംഗീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് അത് ശാസ്ത്രമാകുന്നതെന്നും അല്ലാതെ ശാസ്ത്രം കുറെ കാലം ശാസ്ത്രം പഠിപ്പിച്ചു അല്ലെങ്കിൽ പഠിച്ചു എന്ന് പറയുന്ന, ശാസ്ത്രം എന്തെന്ന് തിരിച്ചറിയാതെ ശാസ്ത്രം പഠിക്കുന്ന ആൾക്കാരാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വിശ്വാസികളെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ശാസ്ത്രജ്ഞരെയും ഒരേ വേദിയിൽ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതും ശാസ്ത്രത്തിന്റെ ഭാഗമായി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണ് സ്വതന്ത്ര ചിന്തയ്ക്കും ശാസ്ത്രത്തിനും വേണ്ടി ചെയ്യാനുള്ളതെന്നുള്ളത് നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടുതന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. സാൽവേഷൻ സെന്റർ ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ സംവാദത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ് നാം ഉള്ളത്. വൈകുന്നേരം 5:25 ആരംഭിച്ചു. ഇനി ഇതായിരുന്നു നമ്മുടെ സംവാദത്തിന്റെ രീതിശാസ്ത്രം. തുല്യ സമയം 2 ആശയത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകൾക്ക് അവസരം കൊടുത്തു. ഇനി അവസാനമായി ഈ വിലയിരുത്തൽ നമ്മുടെ നിയമപ്രകാരം മുമ്പേ 2 പേരെയും അറിയിച്ചത് പ്രകാരവും തന്നെ നമ്മുടെ പ്രോഗ്രാം അവസാനിക്കേണ്ടതുണ്ട്. അതിൽ ഇപ്രകാരമാണുള്ളത്: ഈ ചോദ്യോത്തര സെഷൻ കഴിഞ്ഞാൽ അവസാനമായി 2 പേർക്കും 10 മിനിറ്റ് വീതം, പരമാവധി 10 മിനിറ്റ് വീതം ക്രോഡീകരിക്കാനുള്ള അവസരമുണ്ട്. അതിനുവേണ്ടി ബഹുമാന്യനായ തമ്പി സാറെ, ഓക്കെ സാർ, ആ അവസരം ഉപയോഗപ്പെടുത്തുന്നില്ല. അവസാനമായി ക്രോഡീകരണത്തിന് വേണ്ടി പരമാവധി 10 മിനിറ്റ് അനുവദിച്ചുകൊണ്ട് മുസ്തഫ തൻവീറിനെ ക്ഷണിക്കുന്നു. ഇവിടെ അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ സമയത്ത് പറയപ്പെട്ട ചില കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുന്നത്, എന്നു മുതലാണ് സ്വതന്ത്ര ചിന്തയുടെ വക്താക്കളെ ചോദ്യങ്ങൾ പ്രകോപിപ്പിക്കാൻ തുടങ്ങിയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ സ്വതന്ത്ര ചിന്തയെക്കുറിച്ചും ചോദ്യങ്ങളെക്കുറിച്ചും നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയും വളരെ കൃത്യമായ അചേതന വസ്തുക്കളിൽ നിന്ന് ജീവൻ ഉണ്ടാകുമെന്ന് എവിടെയാണ് തെളിയിക്കപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ തന്നെ അപ്രസക്തമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് എന്തു തന്നെയായിരുന്നാലും നമ്മൾ ഈ പറയുന്ന സ്വതന്ത്ര ചിന്തയുടെ നിലപാടിന് നിരക്കുന്നതല്ല എന്ന് മാത്രം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മുള്ളറിനെ കുറിച്ചും അപ്പാരിനെ കുറിച്ചും സ്റ്റാൻലി മില്ലറെ കുറിച്ചും ഹറോൾഡ് ഡുറയെ കുറിച്ചും ഒക്കെയാണ് ഇപ്പോഴും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. കാരണം ഇത് എല്ലാം ശാസ്ത്ര ലോകത്ത് നടന്നിട്ടും അത് തള്ളിക്കളയപ്പെട്ടിട്ടും പതിറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി. ഇത് പിന്നെ പരമേശ്വരൻ സാറ് പുസ്തകം എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന് തെളിവും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിനു മുമ്പുള്ള ഒരു പരീക്ഷണത്തിൽ നിന്നും ഈ പറയപ്പെട്ട സിദ്ധാന്തത്തിന് തെളിവ് കിട്ടിയിട്ടില്ല എന്നാണ്. ഏതെങ്കിലും സിദ്ധാന്തം, ഏതെങ്കിലും പരീക്ഷണം, ഏതെങ്കിലും ചെറിയ അളവിലെങ്കിലും അതിനെ ന്യായീകരിക്കുമായിരുന്നെങ്കിൽ അദ്ദേഹം അത് എടുത്തുദ്ധരിക്കുമായിരുന്നു എന്നാണ് സത്യം. ഭൗതികവാദികൾ തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ എടുത്തുദ്ധരിക്കാത്ത പരീക്ഷണങ്ങളാണ് ഈ പരീക്ഷണങ്ങളെല്ലാം. അതെല്ലാം ചില ലബോറട്ടറികളിൽ ചില രാസപരീക്ഷണങ്ങൾ നടത്തി എന്നതല്ലാതെ ഭൂമിയിൽ ഇന്ന അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത് എന്നും അവിടെ അചേതന വസ്തുക്കൾ സംയോജിച്ച് ഇങ്ങനെ ജീവനുണ്ടായി എന്നും സ്ഥാപിക്കുന്ന ഒരു പരീക്ഷണവും ശാസ്ത്ര ലോകത്ത് ഇതുവരെ നടന്നിട്ടില്ല എന്നതാണ് സത്യം. അതോടൊപ്പം
ഇവിടെ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്, കുറഞ്ഞ സമയമെടുത്തുകൊണ്ട്. തമ്പിസാറ് ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞു, പല ദൈവങ്ങളും മരിച്ചു പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു, പുതിയ ദൈവങ്ങൾ ജനിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അവിടെ ഇസ്ലാമിന് കൃത്യമായ ഒരു വീക്ഷണമുണ്ട്. ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തം ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ദൈവമില്ല എന്നാണ്, ദൈവങ്ങളില്ല എന്നാണ്. ലോകത്ത് ദൈവമായി ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സകലതും വ്യാജമാണ് എന്ന നിലപാടിൽ നിന്നാണ് ഇസ്ലാം ആരംഭിക്കുന്നത്. മനുഷ്യർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ. അല്ലാഹുവല്ലാതെ എന്ന് പറയുമ്പോൾ അല്ലാഹു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പ്രപഞ്ചനാഥൻ, വിശാലമായ പ്രപഞ്ചത്തിന്റെ ഇവിടെയുള്ള ജീവജാലങ്ങളുടെ എല്ലാം സംവിധായകൻ. അവൻ മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹൻ, അവൻ മാത്രമാണ് പൂജാ നിവേദങ്ങൾക്ക് വഴിപാടുകൾക്ക് അർഹൻ എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. ആ പ്രപഞ്ചനാഥനാണ് യഥാർത്ഥത്തിലുള്ള ദൈവം. അതല്ലാതെ ഇവിടെ ആരാധിക്കപ്പെടുന്ന ദൈവങ്ങൾ എന്ന് പറയപ്പെടുന്നതിനെയൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നതാണ് സത്യം. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം എന്ന് ബഹുമാനനായ തമ്പിസാറോട് വളരെ വിനയത്തോടു കൂടി അപേക്ഷിക്കുകയാണ്. പിന്നെ തീർച്ചയായും ശാസ്ത്രമാണ് ഇവിടെ ചർച്ച. ആ ശാസ്ത്രം ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം തന്നെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ശാസ്ത്രം അന്വേഷിക്കുന്നത് മറ്റു കാര്യങ്ങളെ കുറിച്ചല്ല, ശാസ്ത്രത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനെക്കുറിച്ച് തന്നെയാണ് ചർച്ച. ശാസ്ത്രം എന്ന് പറയുന്നു, തെളിയിക്കപ്പെടണമെന്ന് പറയുന്നു, പരീക്ഷണങ്ങൾ വേണമെന്ന് പറയുന്നു, എല്ലാം പറയുന്നു. എന്നിട്ട് പരിണാമ സിദ്ധാന്തം തുടങ്ങുന്ന ആദ്യത്തെ വാചകം പോലും ശാസ്ത്രീയമായി തെളിയിക്കാൻ സന്നദ്ധമാകുന്നില്ല. ശാസ്ത്രത്തോടുള്ള സ്നേഹം കൊണ്ടാണ്, ശാസ്ത്രത്തിന്റെ പേരിൽ കളവ് പറയുന്നതിനോടുള്ള പ്രതിഷേധം കൊണ്ടാണ്, ശാസ്ത്രത്തിന്റെ പേരിൽ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നതിലുള്ള സങ്കടം കൊണ്ടാണ് ഈ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇത് മതപരമായ ചോദ്യമല്ല, ഇത് വിശ്വാസത്തിന്റെ ചോദ്യമല്ല, ഇത് കൃത്യമായി ശാസ്ത്രീയമായ ചോദ്യമാണ്. സയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എവല്യൂഷൻ തിയറി അവതരിപ്പിക്കുന്നു. ആ എവല്യൂഷൻ തിയറിയുടെ ഒന്നാമത്തെ സെന്റൻസ് പോലും സയൻസ് ആണെന്ന് തെളിയിക്കാൻ കഴിയുന്നില്ല. ആ ചോദ്യം ഉണ്ടാകുമ്പോൾ ദയവ് ചെയ്ത് അത് ഉപകാരമില്ലാത്ത ചോദ്യമാണ് എന്ന് പറയരുത്. ഇത് തന്നെയാണ് ഈ വിഷയത്തിന്റെ മർമ്മമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുവാൻ നമ്മളെല്ലാവരും നിർബന്ധിതരാകുന്നു എന്നതാണ് സത്യം. മുമ്പ് കാലത്ത് ഭൗതികവാദികൾ ഇങ്ങനെയായിരുന്നില്ല. അവർ ശാസ്ത്രത്തിന്റെ പേരിൽ അഭിമാനത്തോടുകൂടി നട്ടെല്ല് നിവർത്തി എഴുന്നേറ്റ് നിന്നു, ചോദ്യങ്ങളെ സ്വാഗതം ചെയ്തു, ശാസ്ത്രത്തിന്റെ വക്താക്കളായി സമൂഹത്തിൽ എഴുന്നേറ്റ് നിന്നു. ഇപ്പോഴിതാ ഈ ചർച്ചകൾ തന്നെ ഉപകാരമില്ലാത്തതാണ് എന്ന്, ഭൗതികവാദവും മതവും തമ്മിലുള്ള സംവാദങ്ങൾ വെറുതെയാണ് എന്ന്, ശാസ്ത്രം വെച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള അനന്തമായ ചോദ്യങ്ങൾ അനാവശ്യമാണ് എന്ന് അവർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ശാസ്ത്രം ഇന്ന് അവർക്ക് അനുകൂലമല്ല എന്നവർക്കറിയാം. ഭൗതികവാദത്തിന്റെ അടിത്തറകൾ മുഴുവൻ കടപുഴക്കി ശാസ്ത്രം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ദൈവവിശ്വാസത്തിന്റെയും മതവിശ്വാസത്തിന്റെയും ആ താത്വികമായ അടിത്തറകൾ സംരക്ഷിക്കുന്ന തരത്തിലേക്കാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഈ നിലപാട് മാറ്റമുണ്ടാകുന്നത് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. അതുകൊണ്ട് ബഹുമാനരായ സുഹൃത്തുക്കളെ, ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മൗലികമായ വസ്തുത തീർച്ചയായും അത് തന്നെയാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് ചിന്തയുണ്ട്. ആ ചിന്ത നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കണം. അവിടെ പ്രപഞ്ചത്തിന്റെ നാഥനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ നാഥൻ നമുക്ക് ആവശ്യമായ മാർഗദർശനം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ മാർഗദർശനം നമ്മൾ സ്വീകരിക്കണം. അതാണ് പ്രവാചകന്മാരിലൂടെ നമുക്ക് വന്നു ചേർന്നത്. ആ പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആനിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും നിങ്ങൾ നിരന്തരമായി പഠിച്ചുകൊണ്ടേയിരിക്കുക, സ്വതന്ത്രമായി അന്വേഷിക്കുക, വിമർശനാത്മകമായി അപഗ്രഥിക്കുക. ശരിയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അത് സ്വീകരിക്കുവാനുള്ള സന്മനസ് കാണിക്കുക. ഇവിടെ വളരെ അഭിമാനത്തോടുകൂടി ഈ സദസ്സ് പിരിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഒരു ചരിത്ര സംഭവമാണ് എന്നാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഞാൻ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പരിണാമ സിദ്ധാന്തമടക്കമുള്ള സിദ്ധാന്തങ്ങൾ, ഭൗതികവാദത്തിന്റെ സിദ്ധാന്തങ്ങൾ ശാസ്ത്രവൽക്കരിച്ചുകൊണ്ട് കേരളീയ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി പതിറ്റാണ്ടുകൾ അധ്വാനിച്ച ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രതിനിധിയുമായാണ് ഇത്തരം ഒരു സംവാദം നടക്കുന്നത്. ഇവിടെ ഈ പ്രദേശത്തെ ഇതിന്റെ സംഘാടകർ ഉന്നതമായ ഒരു മാതൃകയാണ് കാണിച്ചത്. ഇത് കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ ഒരു പരിപാടിയാണ്. കേന്ദ്രം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ സംഘടിപ്പിച്ച ഒരു പരിപാടി. ഭൗതികവാദത്തിന്റെ അടിത്തറയിൽ നിൽക്കുന്ന, മതത്തെ നിഷേധിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ അപഗ്രഥിക്കുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു പ്രവർത്തകന് വളരെ മാന്യമായി ജനാധിപത്യപരമായി അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാൻ
സംസാരിക്കുവാനുള്ള തുറന്ന അവസരം നൽകുകയും അദ്ദേഹം പറയുന്നത് കേൾക്കാനുള്ള അവസരം സദസ്സിനുണ്ടാക്കുകയും അദ്ദേഹത്തോട് ചോദിക്കുവാനുള്ള അവസരങ്ങൾ സദസ്സിന് നൽകുകയും എല്ലാം ചെയ്തുകൊണ്ട് സംവാദത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഉന്നതമായ മാതൃകയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. കേവലം മതം എന്ന് പറയുമ്പോൾ അത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം തുറന്ന സംവാദങ്ങൾക്ക് വേദിയൊരുക്കി സ്വതന്ത്രമായ അന്വേഷണങ്ങൾക്ക് ഇടമുണ്ടാക്കുക എന്ന തികച്ചും മാതൃകാപരമായ പ്രവർത്തനം എന്റെ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാന്യരായ ഭൗതികവാദി സുഹൃത്തുക്കളോട്, അവർ കേവല യുക്തിവാദികളായാലും മാർക്സിയൻ ഭൗതികവാദികളായാലും അവരോട് ആവശ്യപ്പെടാനുള്ളത് ഇതേ സംസ്കാരം നിങ്ങളും വളർത്തണമെന്നാണ്. ഇതുപോലെയുള്ള സംവാദങ്ങൾ നിങ്ങളും സംഘടിപ്പിക്കണമെന്നാണ്. ഇവിടെ ഈ വേദിയിൽ ഇതുപോലുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ സംഘാടനത്തിൽ ഇതേപോലെയുള്ള വേദികൾ ഉണ്ടാക്കുക, ഞങ്ങളെപ്പോലുള്ളവരെ ക്ഷണിക്കുക, ഞങ്ങളെ സംസാരിക്കാൻ അനുവദിക്കുക, ഞങ്ങളോട് ചോദ്യം ചോദിക്കാൻ സദസ്സിന് അവസരം നൽകുക. അങ്ങനെ ഈ സംവാദത്തിന്റെ മാതൃക തുടരാൻ നിങ്ങൾ കൂടി സന്നദ്ധമായാൽ നമ്മുടെ നാടിന്റെ മുഖച്ഛായ തന്നെ മാറും എന്നതാണ് സത്യം. എന്തായാലും അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഇത്തരം ഒരു ചർച്ച കൊണ്ടൊരു ഉപകാരം എന്ന് ചോദിച്ചല്ലോ. മനുഷ്യനെ മനുഷ്യനാകാൻ പഠിപ്പിക്കുക എന്നത് തന്നെയാണ് ഈ ചർച്ചയുടെ ഉപകാരം. കേവലം നട്ടെല്ല് നിവർന്ന് വാല് കൊഴിഞ്ഞുപോയി രോമക്കുപ്പായം പോയി കേവലം ഒരു ജന്തുവാണ് ഞാൻ, തിന്നുക, കുടിക്കുക, രസിക്കുക, രമിക്കുക, സുഖിക്കുക, ഭോഗിക്കുക എന്നതിനപ്പുറത്ത് എനിക്കൊരു ധാർമ്മികതയും ആവശ്യമില്ല. എന്റെ സുഖജീവിതത്തെ സാർത്ഥകമാക്കാൻ എന്ത് തിന്മയും എനിക്ക് ചെയ്യാമെന്ന ഭൗതികവാദത്തിന്റെ ആശയം തലച്ചോറുകളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളവരോട് യുക്തിപരമായി സംവദിച്ച്, അല്ല മനുഷ്യ, നീ അങ്ങനെയല്ല, നീ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നിനക്കൊരു അസ്തിത്വമുണ്ട്. ആ അസ്തിത്വം ദൈവദത്തമാണ്. ആ ദൈവദത്തമായ അസ്തിത്വം നിന്നെ മാനവികമായ മൂല്യങ്ങൾ മുറുകെ പിടിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് ആ ധാർമ്മികതകളിൽ നിന്ന് നീ മാറി നിൽക്കണം എന്നവരെ ബോധ്യപ്പെടുത്തുക എന്നത് തന്നെയാണ് ഈ ചർച്ചയുടെ പ്രസക്തി. അത്തരം ഒരു ബോധ്യപ്പെടുത്തൽ ഉപകാരമില്ലാത്തതാണ് എന്ന് നിഷ്പക്ഷ ബുദ്ധികളാരും പറയും എന്നെനിക്ക് തോന്നുന്നില്ല. അതിനാൽ സാറ് ഇവിടെ ഉദാഹരണങ്ങൾ പറഞ്ഞു, കഥകൾ പറഞ്ഞു, എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തതിനെ കുറിച്ച് പറഞ്ഞു, എല്ലാം പറഞ്ഞു. തീർച്ചയായും അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഭൗതികവാദമാണോ മതമാണോ യഥാർത്ഥത്തിൽ ഇവിടെ തുറന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും സമർത്ഥിക്കുകയും ചെയ്തത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രവർത്തനം അല്ലാഹു ഒരു സൽപ്രവർത്തനമായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറായ അവസരം കിട്ടാത്ത സഹോദരങ്ങളോട് തുറന്നുള്ള അവസരത്തിന് വേണ്ടി ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള നമ്മുടെ പള്ളിക്ക് സമീപമുള്ള സാൽവേഷൻ സെന്റർ ആൻഡ് ലൈബ്രറിയെ നിങ്ങൾ സമീപിക്കുക. തുറന്ന പഠനത്തിന്, വിമർശനാത്മകമായ പഠനത്തിന് ഈ അത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് സൂചിപ്പിക്കുകയാണ്. നേരത്തെ സാറ് സൂചിപ്പിച്ച ഒരു സംഗതിയുടെ തിരുത്തൽ, നേരത്തെ സാറ് പറഞ്ഞു ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് സംസ്ഥാന കമ്മിറ്റി അംഗം അല്ല, നമ്മുടെ തെറ്റിദ്ധാരണയാണ് എന്ന്. സ്വാഭാവിക ഇവിടെയുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വക്താക്കൾ അദ്ദേഹത്തെ കുറിച്ച് തന്ന ഡീറ്റെയിൽ അതേപോലെ പരിശോധനയ്ക്ക് വിധേയമാക്കാതെ, അന്വേഷിക്കാതെ പ്രിന്റ് ചെയ്തുകൊണ്ട് സംഭവിച്ചതാണ്. അത് അദ്ദേഹം തന്നെ തുറന്ന് പറഞ്ഞതോടുകൂടി നമുക്ക് വ്യക്തമായി. നമ്മുടെ ഈ പരിപാടി വേണ്ടി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പ്രകടിപ്പിക്കുവാൻ വേണ്ടി സാൽവേഷൻ സെന്റർ ആൻഡ് ലൈബ്രറിയുടെ കൺവീനർ നിസാർ സലീം ആദിറവും ക്ഷണിക്കുന്നു. സ്നേഹാദരണീയരായ മുസ്തഫ തൻവീർ, ഡോക്ടർ ഹരികുമാരൻ തമ്പി, സംവാദ മോഡറേറ്റർ യാസർ അറഫാത്ത്, ശാസ്ത്ര പുരോഗതിയിൽ മരിക്കുന്നത് മതമോ ഭൗതികവാദമോ എന്ന ഈ തുറന്ന സംവാദം ഇവിടെ സമാപനം കുറിക്കാൻ പോവുകയാണ്. അതിന് നല്ല രൂപത്തിൽ വിഷയം അവതരിപ്പിച്ചു നമ്മളോട് സംവദിച്ച ബഹുമാനപ്പെട്ട MSM സംസ്ഥാന പ്രസിഡന്റ് മുസ്തഫ തൻവീർ അവർകൾക്കും, അതുപോലെ തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത്